അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് സവിശേഷതകളുള്ള ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആനിലെ 12ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്ത് യൂസുഫ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട്. ആ ചരിത്രം വിശദീകരിച്ചിടത്തൊക്കെ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ ചരിത്രം പരിപൂർണമായി ഒരു സൂറത്തിൽ അവതരിപ്പിക്കുന്നൊരു സ്വഭാവം അല്ല സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ഒരു സൂറത്തിൽ തന്നെ നിരവധി പ്രവാചകന്മാരുടെ ചരിത്രവും ഒരു പ്രവാചകൻ്റെ ചരിത്രം തന്നെ പല സൂറത്തുകളിലായി ഭാഗിച്ചുമാണ് അള്ളാഹു ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേസമയം സൂറത്ത് യൂസുഫിൻ്റെ പ്രത്യേകത, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഖുർആൻ വേറെ എവിടെയും വിശദീകരിച്ചിട്ടില്ല. മാത്രമല്ല, സൂറത്ത് യൂസുഫിൻ്റെ ആദ്യത്തെ വചനം മുതൽ അതിൻ്റെ അവസാനത്തെ 111ാമത്തെ വചനം വരെയും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങൾ അള്ളാഹു വിശദീകരിക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ ഖുർആനിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ ചരിത്രം പഠിപ്പിക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പല ലക്ഷ്യങ്ങളും വെച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത്. കേവലം ചരിത്രം പഠിപ്പിക്കുക മാത്രമല്ല, അതിൽ നിന്ന് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്രം ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂറത്ത് യൂസുഫ് വിശദീകരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും ഈ സൂറത്ത് യൂസുഫ് അല്ലെങ്കിൽ യൂസുഫ് നബിയുടെ ചരിത്രം എന്നത് ഒരുപാട് വേദികളിൽ നിന്ന് ആളുകൾ വിശദീകരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഉള്ള വർണ്ണനകൾ, ആ വർണ്ണനകളിലൂടെ ആളുകളുടെ മനം കവരുക എന്നതിനേക്കാൾ അപ്പുറം വലിയ ലക്ഷ്യമൊന്നും അത്തരം പ്രസംഗങ്ങൾക്ക് ഉണ്ടാകാറില്ല. അതേസമയം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ ചിന്താപരമായ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ ആ ഭാഗത്ത് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ. എന്തെല്ലാം രീതിയിലൊരു രക്ഷിതാവ് എന്ന നിലക്ക്, ഒരു ഉപ്പ എന്ന നിലക്ക് മക്കളെ വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തേണ്ടത് എന്നതിനെക്കുറിച്ചും മക്കളെ കൊണ്ട് ഉപ്പക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നും ക്ഷമയോടുകൂടി ഇത്തരം പരീക്ഷണങ്ങളെ നേരിട്ടാലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്നും രക്ഷിതാക്കളുടെ ഉപദേശം ആദ്യം തന്നെ കേൾക്കാതെ അതിന് വിരുദ്ധമായി വല്ലതും പ്രവർത്തിച്ചു പോയാൽ പിന്നീട് മക്കൾക്കുണ്ടാകുന്ന നഷ്ടബോധം, ഖേദം അത് എത്രമാത്രമായിരിക്കുമെന്നും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ ചരിത്രം തുടങ്ങുന്ന ആരംഭ ഭാഗത്ത് തന്നെ 7ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്
ലഖദ് കാന ഫീ യൂസുഫ് വ ഇഖ്വതിഹി ആയാത്തുൽ ലിസായിലീൻ. തീർച്ചയായും ലഖദ് കാന ഫീ യൂസുഫ്, തീർച്ചയായും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും വ ഇഖ്വതിഹി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ ചരിത്രത്തിലും ആയാത്തുൽ ലിസായിലീൻ, അന്വേഷിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ചരിത്രം അന്വേഷിക്കാൻ തയ്യാറുള്ളവർക്ക്, കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറുള്ളവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത്. ഇതേ കാര്യം അതിൻ്റെ അവസാനവും സൂചിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഏറ്റവും അവസാനത്തെ വചനം 111-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ കാണാൻ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ലഖദ് കാന ഫീ ഖസസിഹിം, അവരുടെ കഥയിൽ തീർച്ചയായും ഉണ്ട് ഇബ്റത്ത്, ചിന്താപാഠങ്ങൾ, ചിന്താവിഷയം, ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർക്ക്? ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക്. ബുദ്ധിയുള്ളവർ ഖുർആനിനെ സമീപിക്കുകയാണെങ്കിൽ, ബുദ്ധിയുള്ളവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ ഗവേഷണം നടത്താൻ, പഠിക്കാൻ മുന്നോട്ട് വന്നാൽ അവർക്കൊരുപാട് ചിന്താവിഷയങ്ങൾ ഈ സൂറത്തിലുണ്ട് എന്ന്. അപ്പോൾ വെറും ഒരു വൈകാരികമായ താല്പര്യമുണ്ടാക്കുന്ന, ഒരു സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ആമുഖമായി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൻ്റെ മുഴുവനായ വിശദീകരണമൊന്നും ഇത്തരം 1-2 ക്ലാസ്സിലൊന്നും അവസാനിക്കുകയില്ല എന്ന് നിങ്ങൾക്കും അറിയാം. ഞാനതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം വിശദീകരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് 4 ഭാഗങ്ങളാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുള്ളത്. ഒന്ന്, അദ്ദേഹം തൻ്റെ ഉപ്പയുടെ അല്ലെങ്കിൽ കുടുംബത്തിൽ കൻആൻ എന്ന പ്രദേശത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന ആ സന്ദർഭം. അത് കഴിഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിൽ ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ കൊട്ടാര സമാനമായ രാജകീയമായ സൗകര്യങ്ങളോടുകൂടി അദ്ദേഹം ജീവിച്ച ഒരു സന്ദർഭം. മൂന്നാമത്തെ, അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ട പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ച പ്രകാരം അദ്ദേഹം ജയിലിൽ എത്തിപ്പെട്ട് തടവറയിൽ ഒരു കുറ്റവാളിയെപ്പോലെ ജീവിച്ച കാലം. അവിടെ നിന്നും മാറി ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഈജിപ്തിലെ മന്ത്രിയായി ജീവിച്ച കാലം. ഇങ്ങനെ 4 ഭാഗങ്ങൾ നമുക്ക് ഖുർആനിൽ തന്നെ കാണാം. അപ്പം അതിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഖുർആൻ ആരംഭിക്കുന്നത്, ഈ കഥ നമ്മുടെ സാധാരണഗതിയിൽ തന്നെ ഒരു കഥയോ അതല്ലെങ്കിൽ ഒരു ചരിത്രമോ ആരംഭിക്കുന്നത് വായനക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഖുർആനും അതുപോലെ തന്നെ വളരെ ആകർഷകമായ ഒരു ഭാഗം മുതലാണ് അത് ആരംഭിക്കുന്നത്. അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തെപ്പറ്റി തൻ്റെ ഉപ്പയോട് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നു. യൂസുഫ് എന്ന കുട്ടി അതിനെപ്പറ്റി വിശദീകരിക്കുന്നു. ആ ഭാഗം ഖുർആൻ പറയുന്നത്, ഇദ് ഖാല യൂസുഫ് ലി അബീഹി, ഇദ് ഖാല യൂസുഫ് ലി അബീഹി, യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, യാ അബത്തി, എൻ്റെ പിതാവേ, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, തീർച്ചയായും ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, അഹദ അശറ കൗകബൻ, 11 നക്ഷത്രങ്ങൾ, വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ, അതുപോലെ സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്നാണ്. അപ്പോൾ അതൊരു സ്വപ്നമാണ്. ഈ സ്വപ്നം യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ ഉപ്പനെ അറിയിക്കുകയാണ്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്ന വീടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആ വീട്ടിൽ യൂസുഫ് നബി കൂടാതെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് 11 മക്കൾ വേറെ ഉണ്ട്. 12 ആളുകളാണ് ആകെ ഉള്ളത്. ഈ 12 ആൾക്കാരെയാണ് നമ്മൾ ബനു ഇസ്രായേലിയർ എന്ന് പറയുന്നത്. കാരണം യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ വേറൊരു പേരാണ് ഇസ്രായേൽ എന്നത്. അപ്പോൾ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ സന്തതികൾ എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഈ 12 ആളുകളിൽ 11 ആളുകൾ വേറുണ്ട്. അപ്പോൾ 12 ആളുകളുള്ള ഒരു കുടുംബം, 12 മക്കളും ഉമ്മയും ബാപ്പയുമുള്ള ഒരു വലിയൊരു കുടുംബം. ആ കുടുംബത്തിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാം വളരുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരൻ്റെ പേര് ബിനിയാമീൻ എന്നാണ്. അവർ രണ്ടും വേറൊരു മാതാവിൻ്റേതായിരുന്നു.
അതുപോലെ ഈ രണ്ട് കുട്ടികളോടും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായ സ്നേഹമുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളിൽ അസൂയ സ്വാഭാവികമാണ്. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ പുതിയൊരു കുട്ടി, പുതിയൊരു അംഗം വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഉള്ള മക്കൾക്ക് അസൂയ ഉണ്ടാവും. ആ അസൂയ പലപ്പോഴും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് ചെന്നെത്താറുമുണ്ട്. അത് നമ്മളെ വീടുകളിലൊക്കെ തന്നെ നമ്മളത് കാണുന്നതാണ്. മാതാപിതാക്കൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ വളരുന്ന കുട്ടികൾ ഈ കുട്ടിയെ അപായപ്പെടുത്താനും അതല്ലെങ്കിൽ അവർ തന്നെ ഒരു തരം വൈകാരികമായ പ്രതികരണങ്ങളിലേക്കൊക്കെ വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ആ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾ എല്ലാ കുട്ടികളോടും ഒരേ സമീപനം സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അതുകൊണ്ടാണ്. ഒരിക്കൽ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പ്രവാചകനോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ എൻ്റെ മകനൊരു സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, താങ്കൾ അതിന് സാക്ഷിയാവണം എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു, നീ നിൻ്റെ എല്ലാ മക്കൾക്കും സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഒരാൾക്ക് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, എന്നാൽ അനീതിക്ക് കൂട്ടു നിൽക്കാൻ ഞാനില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മക്കൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിലേ ഞാനതിന് തയ്യാറാവുകയുള്ളൂ. ഏതെങ്കിലും ഒരു കുട്ടിക്ക് എടുത്ത് സമ്മാനം കൊടുക്കരുത്, ഒരു കുട്ടി നന്ന് എന്ന് പറയരുത്, ഒരു കുട്ടി ഉഷാറാണ് എന്ന് പറയരുത്, ബാക്കി കുട്ടികളോടൊക്കെ നീ ഇവനെ കണ്ട് പഠിക്കണം എന്ന് പറയരുത്, ഇവൻ നന്നായി പഠിക്കുന്നുണ്ടല്ലോ, ഇവന് സ്കൂളിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടല്ലോ, ഇവന് മദ്രസയിൽ റാങ്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊന്നും ബാക്കി കുട്ടികളോട് പറയരുത്. കാരണം കുട്ടികളെ ഒരാളുമായിട്ട് താരതമ്യം ചെയ്ത് സംസാരിക്കാനേ പാടില്ല. അതൊക്കെ കുട്ടികളുടെ മനസ്സിന് വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഇത് ഖുർആൻ തന്നെ വിശദീകരിച്ചതുപോലെ അള്ളാഹു പലതും ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്തെല്ലാം സംവിധാനങ്ങൾ വേണോ അത് അള്ളാഹു ബോധപൂർവം തന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നു എന്നതാണ് ശരി. അപ്പോൾ അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ 12 മക്കളും ആ 12 മക്കളിൽ ഒരാളെ ഈ അവസ്ഥയ്ക്ക് എത്തുന്നതൊക്കെ. അതല്ല നമ്മൾ വിചാരിക്കേണ്ടത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല മക്കളെ പോറ്റാൻ, പിന്നെ എന്തിനാ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ആ ചിന്തക്ക് അർത്ഥമൊന്നുമില്ല. കാരണം ഇത്തരം ചില സംവിധാനങ്ങൾ ഭൂമിയിൽ ചിലത് സ്ഥാപിക്കാൻ ആവശ്യമാകുന്നു. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് സ്ഥാപിക്കാൻ അള്ളാഹു ചില സംവിധാനങ്ങൾ ഉണ്ടാക്കും. അത് ഖുർആൻ തന്നെ സൂറത്ത് യൂസുഫിൽ തന്നെ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ഈ 11 മക്കളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 10 മക്കളെക്കാൾ കൂടുതൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും സഹോദരനായ ബിനിയാമിനെയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം സ്നേഹിച്ചിരുന്നു. കൂടുതൽ വാത്സല്യത്തോടു കൂടിയായിരുന്നു അവരോട് പെരുമാറിയിരുന്നത്. ഇത് ബാക്കി 10 മക്കൾക്ക് വലിയ അസൂയയുണ്ടാക്കി. അവർക്ക് എങ്ങനെയെങ്കിലും ഈ യൂസുഫിനെ ഇല്ലാതാക്കണം എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്വപ്നം കാണുന്നത്. അപ്പോൾ സ്വപ്നം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കാലയാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ലാ തഖ്സുസ് റുഇയാക അലാ ഇഖ്വതിക്, ഒരിക്കലും നീ ഈ സ്വപ്നത്തിൻ്റെ കാര്യം നിൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു പോകരുത്. ഒരിക്കലും ഈ സ്വപ്നത്തിനെക്കുറിച്ച് നീ നിൻ്റെ സഹോദരന്മാർക്ക് വിവരിച്ചു കൊടുക്കരുത്. ഫയകീദു ലക കൈദ, അവർ നിന്നെ ഏതെങ്കിലും ഒരു കുതന്ത്രത്തിൽ, വലിയൊരു തന്ത്രത്തിൽ അവർ നിന്നെ പെടുത്തിയേക്കും. വലിയൊരു അപകടം പക്ഷേ അവർ നിനക്ക് ഉണ്ടാക്കി വച്ചേക്കും. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുബ്ബും മുബീൻ, തീർച്ചയായിട്ടും പിശാച് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ്. അപ്പോൾ പിശാച് നിൻ്റെ സഹോദരന്മാരെ നിനക്കെതിരെ തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നു എന്ന ഈ സുജൂദ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമസ്കാരത്തിലെ സുജൂദല്ല. അത് അല്ലാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ ആ സുജൂദുള്ളൂ. ഇവിടെ സുജൂദ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത് പണ്ട് കാലത്തൊക്കെ പിന്നെ മുതിർന്ന ആൾക്കാരെ കാണുമ്പോഴും അതുപോലെ രാജകൊട്ടാരത്തിൽ വരുമ്പോഴും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബഹുമാനിക്കേണ്ട ഒരാളെ കാണുമ്പോഴൊക്കെ അല്പം തല കുനിക്കുകയോ ഒക്കെ ഏതെങ്കിലും ഒരു ഔപചാരികമായ ഒരു ആദരവിൻ്റെ രൂപം കാണിക്കുകയോ ചെയ്യാറുണ്ട്. അത് പണ്ടും ഇപ്പോഴും ചെയ്യലുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അടുത്ത കാലം വരെയും ഒരാളെ കണ്ടുകാണെങ്കിൽ തോളിലുള്ള മുണ്ടെടുത്ത് തോളിൽ കിട്ടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു ബഹുമാനത്തിന് വേണ്ടി. അപ്പം ഇങ്ങനെയുള്ള ഒരു ആദരവിൻ്റെ ഏതോ ഒരു രൂപത്തിനെയാണ് ഇവിടെ സുജൂദ് എന്ന് വിശദീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ അള്ളാഹിന് മുമ്പിൽ നടത്തുന്ന സുജൂദിൻ്റെ അർത്ഥത്തിലല്ല. അപ്പം അങ്ങനെ സുജൂദ് ചെയ്യുന്നു 11 ആളുകൾ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ സുജൂദ് ചെയ്യുന്നു എന്ന കാര്യം
അത് ബാക്കിയുള്ളവരറിഞ്ഞാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവർ ബുദ്ധിമുട്ടിച്ച് കളയും. അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ സഹോദരന്മാർക്ക് പിശാച് തന്നെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും എന്ന ഒരു ഭയം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യം പറയുകയും ചെയ്തു. ഇപ്പോൾ സ്വപ്നത്തെപ്പറ്റി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സ്വപ്നം രണ്ട് തരമുണ്ട്. ഒന്ന് നല്ല സ്വപ്നവും ചീത്ത സ്വപ്നവുമുണ്ട്. നമ്മൾ രാത്രി തന്നെ നമ്മൾ തന്നെ ഉറങ്ങുന്ന സമയത്ത് പലതരം സ്വപ്നങ്ങൾ കാണാറുണ്ട്. പ്രവാചകന്മാർ സ്വപ്നം കാണുന്നതൊക്കെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്, വഹിയുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ സ്വപ്നം. പക്ഷേ സാധാരണക്കാരന് കാണുന്ന സ്വപ്നവും ചിലത് നല്ല സ്വപ്നങ്ങളും ചിലത് ചീത്ത സ്വപ്നമുണ്ടോ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല, വ്യാഖ്യാനിക്കാൻ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ വ്യാഖ്യാനിച്ചതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. എന്നാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅ അഹദുക്കും മാ യുഹിബ്ബു ഫൽയുഹദ്ദിസ് ബിഹി. നിങ്ങൾ ഏതെങ്കിലും സ്വപ്നം നല്ലത് കണ്ടാൽ, നല്ലൊരു സ്വപ്നം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളുകളോട് നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നിങ്ങളുടെ സ്വപ്ന വിശദീകരണം കേൾക്കുമ്പോൾ താല്പര്യം ഉണ്ടാകുന്ന ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞാൽ മതി. അത്തരം ആളുകളോട് നിങ്ങളത് പറഞ്ഞോളൂ. ഇദാ റഅ മാ യക്റഹു. ഇനി നിങ്ങൾ ചീത്ത സ്വപ്നം കണ്ടാൽ ഫൽയതഹവൽ ഇലാ ജംബിഹിൽ ആഖർ. നിങ്ങൾ ഏത് രീതിയിലാണോ കിടന്നിരുന്നത് ആ സ്ഥാനം മാറി കിടക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് വലത്തോട്ട് തിരിയാണെങ്കിൽ അടുത്തോട്ടോ ആ രീതിയിൽ സ്ഥാനം ജൻബ് ഭാഗം മാറി കിടക്കുക. വൽ യത്ഫുൽ അൻ യസാരിഹി സലാസ. ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം നിങ്ങൾ തുപ്പുകയും ചെയ്യുക. തുപ്പുക എന്ന് പറഞ്ഞാൽ വായ തുപ്പലാക്കിയിട്ടുള്ള തുപ്പലല്ല, മറിച്ച് പിശാചിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള ഒരു തുപ്പൽ, അതാണ്. അത് ഉമിനീര് വരുന്ന തുപ്പലല്ല. അപ്പം അങ്ങനെ 3 പ്രാവശ്യം തുപ്പുക. വൽ യസ്തഇദ് ബില്ലാഹി മിൻ ശർരിഹാ. അതുപോലെ അള്ളാഹുവിനോട് ഈ പിശാചിൻ്റെ ഷർറിൽ നിന്ന് നിങ്ങൾ അഭയം തേടുക. വലാ യുഹദ്ദിസ് ബിഹാ അഹദാ. ഒരാളോട് നിങ്ങൾ ആ സ്വപ്നത്തെക്കുറിച്ചിട്ട് പറയുകയും ചെയ്യരുത് എന്നാണ്. അപ്പോൾ നല്ല സ്വപ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോട് പറയാം. പക്ഷേ ചീത്ത സ്വപ്നമാണെങ്കിൽ നിങ്ങളത് ആരോടും പറയരുത്. ഫ ഇന്നഹാ ലൻ തദുറഹു. എന്നാൽ ആ സ്വപ്നം കൊണ്ട് നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ സ്വപ്നം എന്നത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമുണ്ട്. ഇവിടെ അത് നല്ല സ്വപ്നം തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം എന്താ? ബാക്കി സഹോദരന്മാർക്ക് അസൂയയും വെറുപ്പുണ്ടാകും എന്നതിൻ്റെ പേരിലാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇത് സഹോദരന്മാരോട് പറയരുതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയണ കാര്യങ്ങളും നമ്മൾ കേട്ട കാര്യങ്ങളും അത് മുഴുവനും മറ്റൊരാളോട് പറയേണ്ടതില്ല. അതാണ് ഇവിടെ ലാ തഖ്സുസു റുയാക ലാ യഖ്വതിക എന്ന് പറഞ്ഞതിൻ്റെ വേറൊരർത്ഥം. എല്ലാം മറ്റുള്ളവരോട് തുറന്നു പറയുന്ന സ്വഭാവം യഥാർത്ഥത്തിൽ വലിയ അപകടം ഉണ്ടാക്കും എന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ കുട്ടികളാകുമ്പോൾ സ്കൂൾ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്നൊക്കെ കാലത്തുണ്ടാകുന്ന പലതരം കാര്യങ്ങളും ഒരുപക്ഷെ ആരോടെങ്കിലുമൊക്കെ ആയിരുന്ന അതിൻ്റെ ബന്ധങ്ങളുണ്ടാവാം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങളുണ്ടാകാം, പണ്ട് ഏതെങ്കിലും അബദ്ധത്തിൽ വലിയ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടാകാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് അറിയാതെ നമുക്ക് അബദ്ധത്തിൽ ഇസ്ലാമിനെക്കുറിച്ചൊന്നും അറിയുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ നിയമങ്ങളെപ്പറ്റി അറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റാണ് എന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ പ്രവർത്തിച്ചു പോയിട്ടുള്ള ഏതെങ്കിലും തിന്മകൾ, അത് നമുക്കൊക്കെ ബോധം വന്ന് ഒരു നല്ല സമയമൊക്കെ വരുമ്പം അതിങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അതൊരു നന്മ ഉണ്ടാവാൻ വേണ്ടിയാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം പറയാൻ. ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം. കാരണം എന്താ, ഇപ്പോൾ അതൊക്കെ വീഡിയോയിലാക്കിയിട്ടും മൊബൈലിലാക്കിയിട്ടും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതങ്ങനെ പറയാൻ പാടില്ല എന്ന്. പക്ഷേ അല്ലെങ്കിൽ പോലും ഈ കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് ജനങ്ങളെ മുമ്പിൽ മുഴുവൻ തുറന്നു പറയുന്നൊരു അവസ്ഥ ഉണ്ടാകരുത്. ഒരുപാട് കുടുംബ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. എനിക്ക് തന്നെ അറിയാം ഞാനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥ കുടുംബം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് നല്ല ജോലിയുണ്ട്, അവനൊരു 60,000-70,000 രൂപയിലധികം മാസ ശമ്പളമുള്ള ഒരു ജോലിക്കാരനാണ്, അവൾ ഒരു ടീച്ചറുമാണ്. രണ്ടുപേരും പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് കളിച്ച് പഠിച്ചവരാണ് എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്നൊക്കെ പരമാവധി സുഖിച്ച് ജീവിച്ച ആൾക്കാരാണ് അവർ. അത് വിവാഹം കഴിഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ അവരെന്തെങ്കിലുമൊക്കെ പറയണ്ടേ, കമ്മ്യൂണിക്കേഷൻ സാധനം വേണമല്ലോ, പറയാൻ വിഷയം വേണമല്ലോ. അതുകൊണ്ട് രണ്ടാളും തുറന്ന് നന്നായിട്ട് പറഞ്ഞു. അത് രണ്ടും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവമുണ്ട് ചില ആൾക്കാർക്ക്. ഈ പറഞ്ഞോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഭാര്യനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും, തത്ത പറയിപ്പിക്കുന്ന പോലെ ചിലപ്പോൾ ഒക്കെ വിവാഹത്തിന് ആദ്യ കാലഘട്ടങ്ങളൊക്കെ പറയിപ്പിക്കും. ആ പറയിപ്പിക്കൽ ആ 1-2 ആഴ്ച ചിലപ്പം ഇവൻ്റെ മനസ്സിൽ കുഴപ്പമില്ലോട് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനക്ക് സംശയമായി. ആ സംശയം വലിയ മാറാരോഗമായിട്ട് മാറി, വലിയ മാനസിക പ്രശ്നങ്ങളായി, കുടുംബ പ്രശ്നങ്ങളായി, തകർച്ചയുടെ വക്കിലെത്തിയ എത്രയോ അനുഭവങ്ങളുണ്ട്. ഇപ്പം എനിക്കറിയാം, ഞാൻ പറഞ്ഞ ഈ കേസ് ഒരു കുട്ടി ഉണ്ടായതുകൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന ഒരു കുടുംബമായി ഇപ്പം അത്. കാരണം നിരന്തരം വഴക്കുകളാ വീട്ടിൽ. അവൾ അവനെ പറ്റി പറയും, നീ ഇങ്ങനെയൊക്കെ പോയതല്ലേ, അവൾ തിരിച്ചും പറയും ഇങ്ങനെ. അപ്പം ഇത്
ഏതായാലും വിവാഹം നടന്നു. വിവാഹം നടന്നതിന് ശേഷം ഇപ്പോൾ നല്ലവരായി ജീവിക്കാനും തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഈ കഴിഞ്ഞ കാലങ്ങൾ എന്തിനായി മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പറയുന്നത്? അപ്പം ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ, അപകടം, സ്വന്തം ജീവിതത്തിൽ അപകടം ഉണ്ടാക്കുന്ന രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അപകടപ്പെടുത്തുന്ന രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത് എന്നുകൂടി നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ കഹ്ഫിൽ ആ ഗുഹയിൽ അഭയം തേടിയ യുവാക്കളെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് ഖുർആൻ. അങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ആ യുവാക്കൾ അവർ ഉറങ്ങി, അവരെ അള്ളാഹ് ഉറക്കി. നൂറ്റാണ്ടുകളോളം അവർ ഗുഹയിൽ കിടന്നുറങ്ങി. ഉറങ്ങിയിട്ട് അവർ പിന്നെ ഉറക്കിൽ നിന്ന് അള്ളാഹു അവരെ എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേൽപ്പിക്കുന്ന യുവാക്കൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഉറങ്ങിയിട്ട്, അല്ലെ കുറച്ച് സമയമായിട്ടുള്ളൂ ഉറങ്ങിയിട്ട് എന്ന് അവർ വിചാരിക്കുകയും, അപ്പോൾ ഏതായാലും അവർ ഏതൊരു ഭരണാധികാരിയെ, രാജാവിനെ ഭയപ്പെട്ടിട്ടാണോ ആ ഗുഹയിൽ ഉറങ്ങാൻ പോയത്, ആ രാജാവ് ഇനി നമ്മളെ കണ്ടാലും അറിഞ്ഞാലും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന പേടി കാരണം അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പം സാഹചര്യക്കാകെ മാറിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. രാജാവ് മാറി. അന്നത്തെ രാജാവ് ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നു. ഇപ്പം ഏകദൈവ വിശ്വാസിയായ രാജാവാണ്. ഈ യുവാക്കളെ കിട്ടിയാൽ ആദരിക്കാൻ തയ്യാറുള്ള രാജാവാണ്. പക്ഷെ അതൊന്നും ഇവർക്കറിയില്ല. ഇവർ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റപ്പം ഇവർ ഒരു അതിൽപ്പെട്ട ഒരാളെ സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞേക്കുന്നുണ്ട് അങ്ങാടിയിലേക്ക്. ഇപ്പോൾ പോകുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യം, അതാണ് ഞാനതിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇവർ പോകുന്ന സമയത്ത് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അതിനെന്താ പറയുന്നത്? വൽ യതലത്തഫ് എന്ന് പറഞ്ഞാൽ അവൻ സൂക്ഷ്മമായ ജാഗ്രതയോടുകൂടി അവൻ പ്രവർത്തിക്കട്ടെ എന്നാണ്. അവർ വളരെ സൂക്ഷിച്ചു വേണം പോകാൻ, വളരെ ജാഗ്രത കാണിക്കണം. കാരണം ഇവിടെ ഗുഹയിൽ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന പോലും അങ്ങാടി സാധനം വാങ്ങുന്ന ആൾക്കാർക്ക് ഉണ്ടാവാൻ പാടില്ല. ഇവരെ ഈ ആൾ കാണുമ്പം വലാ യുശ്ഇറന്ന ബികും അഹദാ, ഒരാളോടും അവൻ നിങ്ങളെപ്പറ്റി പറയാനും പാടില്ല എന്നാണ്. ഈ ഗുഹയിൽ ഇത്ര ആൾക്കാർ ബാക്കിയുണ്ട് എന്നുള്ള കാര്യം ഒരു നിലക്കും ആരോടും പറയരുത് എന്നാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇത്തരം ചില ഘട്ടങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നാണ് അള്ളാഹ് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവർ യൂസുഫ് നബി അലൈഹി സ്വലാം ഈ കാര്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഏതായാലും പിന്നീട് ഈ ആളുകൾ ചെയ്യുന്നത്, അപ്പോൾ അതതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഈ ചരിത്രത്തിൻ്റെ. രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ് ഇനി പോകുന്നത്. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാമിനോടുള്ള വിദ്വേഷം വളരെയധികം വർദ്ധിക്കുകയും അങ്ങനെ അവർ പരസ്പരം അതൊരു ഗൂഢാലോചനേൻ്റെ അവസ്ഥയ്ക്ക് എത്തുകയും ചെയ്തു. അവർ പറഞ്ഞു ഇത് കാലു അവർ പറഞ്ഞു ല യൂസുഫ് വ അഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ, തീർച്ചയായിട്ടും യൂസുഫും അവൻ്റെ സഹോദരനും, അവരുടെ പ്രയോഗം തന്നെ എങ്ങനെ, യൂസുഫും അവൻ്റെ സഹോദരനും, ശരിക്കും ഇത് ഇവരെ സഹോദരനാണല്ലോ, വാപ്പൻ്റെ സഹോദരന്മാർ മക്കൾ തന്നെയാണ് രണ്ടും എല്ലാവരും, പക്ഷേ പറയുന്ന ആ ശൈലി തന്നെ വേറെയാണ്. യൂസുഫും അവൻ്റെ സഹോദരനുമാണ് അഹബ്ബു ഇലാ അബീനാ മിന്ന, നമ്മളെക്കാളും നമ്മളെ വാപ്പാക്ക് ഈ രണ്ടാളോടാണ് ഇഷ്ടം കൂടുതൽ. വനഹ്നു ഉസ്ബ, നമ്മളാണെങ്കിൽ വലിയൊരു സംഘം തന്നെയാണ്, മുതിർന്ന കുട്ടികളാണ്, എല്ലാ ജോലിക്കൊക്കെ പോകാൻ പറ്റും നല്ല കരുത്തന്മാരായ വലിയൊരു സംഘമാണ് ഞങ്ങൾ. എന്നിട്ട് പോലും വാപ്പാക്ക് ഈ രണ്ട് മക്കളോടാണ് കൂടുതൽ ഇഷ്ടം, ഏറ്റവും പ്രായം കുറഞ്ഞ ഈ കുട്ടികളോടാണ് വാപ്പക്ക് ഇഷ്ടം. ഇന്ന അബാന ലഫി ലലാലിം മുബീൻ, തീർച്ചയായിട്ടും വാപ്പ വലിയ വഴികേടിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അവർ പറഞ്ഞു എന്നാണ്. അപ്പോൾ അവരങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇവരെ യൂസുഫ് എന്ന കുട്ടീനെ, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഈ 10 കുട്ടികളും കൂടി യൂസുഫിനെ ഉപ്പൻ്റെ അടുത്തുനിന്ന് അടർത്തിക്കൊണ്ടുപോയി മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു കിണറ്റിൽ ഇടുകയും ചെയ്തു. ആ ചരിത്രത്തെ വിശദീകരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അറിയണതാണ്. അങ്ങനെ അവിടെ ആ കിണറ്റിൽ കിടക്കുന്ന സമയത്ത് ഒരു യാത്രാസംഘം അതുവഴി വരികയും ആ യാത്രാസംഘം കിണറ്റിൽ വെള്ളം എടുക്കാൻ നോക്കിയപ്പം യൂസുഫ് ആ പാത്രത്തിന് മുകളിൽ വെള്ളം എടുക്കുന്ന പാത്രത്തിന് മുകളിൽ പിടിച്ച് നിൽക്കുകയും അങ്ങനെ വെള്ളം എടുക്കുന്ന കൂട്ടത്തിൽ കുട്ടീനെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. പക്ഷെ അങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് അവർ ആ കുട്ടിയെ നേരെ ഇതാരാ കുട്ടിയാണെന്ന് പോലും അന്വേഷിക്കാതെ, ഈ കുട്ടി ആരതാണെന്ന് ചോദിക്കാതെ, ഇതിനെപ്പറ്റി നാട്ടുകാരോട് ആരോടും പറയാതെ ഇവർ നേരെ ഈ കുട്ടിയെ ഈജിപ്തിലേക്ക് കൊണ്ടുപോവുക ചെയ്തു, യൂസുഫിനെ. അങ്ങനെ കുട്ടി ഈജിപ്തിലെത്തുന്നു. ഈജിപ്തിൽ വിൽക്കുകയാണ് വളരെ കുറഞ്ഞ പൈസക്ക്. കാരണം ഇവർക്ക് പൈസ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇവർ ചെയ്തൊരു തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഈ കുട്ടി ആരതാന്ന് പോലും അന്വേഷിക്കാൻ നിന്നില്ല. കിട്ടിയ കുട്ടീനായിട്ട് അവർ നേരെ നമുക്കത് കച്ചവടം ചെയ്യാം എന്ന രീതിയിൽ വെറും സാമ്പത്തിക ലാഭമാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ വലിയ വില ഒന്നും വാങ്ങാതെ അവർ ഈജിപ്തിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടിനെ വിൽക്കുകയും ചെയ്തു എന്നാണ്. അപ്പം അങ്ങനെ യൂസുഫ്
ഇപ്പോൾ എത്തിയത് കൊട്ടാരത്തിലാണ്. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം അവസാനിച്ചു. അപ്പോൾ ആ അവസാനിക്കുന്ന കാര്യം പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പ്രത്യേകിച്ച് പറഞ്ഞ ഈ സൂറത്ത് യൂസുഫിൽ 21-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാണ്, വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി. അള്ളാഹു നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്ന കാര്യം, അത് അള്ളാഹ് ഏറ്റെടുത്തൊരു കാര്യവും അള്ളാഹ് വിജയിപ്പിക്കുന്നതാണ്. വല്ലാഹു ഗാലിബുൻ, അവൻ അത് വിജയിപ്പിക്കുന്നവനാണ്. അവൻ്റെ ഏതൊരു പദ്ധതിയും അള്ളാഹ് വിജയിപ്പിക്കും. എന്താ അവിടെ പദ്ധതി വിജയിച്ചത്? യൂസുഫ് എന്ന കുട്ടി, ആ കുട്ടിക്ക് യാതൊരു പോറലും ഏൽക്കാതെ അത് വളരണം, വലുതാവണം, പ്രവാചകനായിട്ട് വളരണം, ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ വരാനിരിക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം അള്ളാഹ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷേ മനുഷ്യന്മാർക്ക് അധികം ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഈ നമ്മളിപ്പോൾ പറയുന്ന പല കാര്യങ്ങളും, ഒരു പരിപാടി നടക്കുന്നു, ക്ലാസ് നടക്കുന്നു, ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു, വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നു, പലതും ഉണ്ടാകുന്നു. എന്തു ജീവിതത്തിൽ ഉണ്ടാകുന്നതാവട്ടെ, ലോകത്തുണ്ടാകുന്നതാകട്ടെ, ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് എന്ന് ഖുർആൻ ഗണ്യതമായി പറഞ്ഞതാ. ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ഒരു വാഹന അപകടം പോലും യാദൃശ്ചികമായിട്ടുണ്ടാകുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുക, അതിലങ്ങോട്ട് പോകാതിരുന്നെങ്കിൽ നന്നായിരുന്നു, ആ വാഹനത്തിൽ കയറാതിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്നാൽ നന്നായിരുന്നു, ഉമ്മ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു, അത് കേൾക്കാതെ പോയതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അതൊക്കെ നമ്മളെ ചെറിയ മനസ്സുകൊണ്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹ് തീരുമാനിച്ചതനുസരിച്ച് സംഭവിക്കുകയുള്ളൂ. ഒരപകടം പറ്റണമെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങണവൻ അപ്പോൾ എഴുന്നേറ്റ് പോകും. കാരണം എന്താ? അള്ളാഹ് നിശ്ചയിച്ചൊരു അപകടം എനിക്ക് പറ്റാൻ ഉണ്ട്, അത് ഇന്ന സ്ഥലത്ത് നിന്ന് പറ്റിയിരിക്കണം എന്ന് അള്ളാഹ് തീരുമാനിച്ചിരിക്കുന്നു. അവിടേക്ക് അവൻ നടന്നു പോകും, എന്നിട്ട് അവൻ അപകടത്തിൽ പെടും. അപ്പോൾ ഇതിലൊന്നും മനുഷ്യന് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല. എന്നാലും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള സൂക്ഷ്മതയും പ്ലാനിങ്ങും ഒക്കെ ആവശ്യമാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത്തെ ഭാഗം വിശദീകരിക്കുമ്പം. അപ്പം അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിലെത്തുന്നു. അല്ലെ, കൊട്ടാര സമാനമായ ആ വീട്ടിൽ ഒരു പ്രഭുവിൻ്റെ ഭാര്യയാണ്. കൊട്ടാര സമാനമായ ഒരു സാഹചര്യം അവിടെയുണ്ട്. പിന്നെ നാട്ടിൽ വലിയ സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം. അതൊക്കെ നമുക്ക് ഖുർആൻ വായിച്ചാൽ മനസ്സിലാവും. നല്ല സ്വാധീനമുള്ള, അധികാരമുള്ള ആളാണ്. രാജാവൊന്നും അല്ലെങ്കിൽ പോലും അതിന് താഴെയുള്ള ഒരു സ്വാധീനമുള്ള ആളാണ്. അപ്പം അങ്ങനെ ആ വീട്ടിൽ അദ്ദേഹം എത്തുന്നു. അവിടെയാണ് അദ്ദേഹം പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം അവർ കിട്ടി വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷേ സ്വീകരിച്ചതിന് ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാമിന് വലിയൊരു അനുഗ്രഹം അള്ളാഹ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്താ ചോദിച്ചാൽ, അസാധാരണമായ സൗന്ദര്യത്തിനുടമയായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. അത് നമ്മൾ സാധാരണ എല്ലാ കഥയിലും ആളുകൾ പറയുന്നൊരു വിഷയത. അസാധാരണമായ സൗന്ദര്യം, ഏതൊരു മനുഷ്യനും അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടാക്കുന്ന ഒരു അവസ്ഥ യൂസുഫ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. ആ ഒരു അനുഗ്രഹം വലിയൊരു പരീക്ഷണം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊട്ടാരത്തിലെ ജീവിതം ഏറ്റവും ദുസ്സഹമായ ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പം അങ്ങനെ ദുസ്സഹമാവുമായിരുന്നില്ല. കാരണം ഒഴുക്കിനനുസരിച്ച് നീന്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എതിരെ നീന്തണ്ട എന്നൊരാൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു അപകടം വരുമായിരുന്നില്ല. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള യൂസുഫ് നബി എന്നൊരു പ്രവാചകനാകാനുള്ള ആ പ്രവർത്തനത്തിനിടയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ യുവാക്കൾ അഭിമുഖീകരിക്കേണ്ടി വരാത്ത ഒരു വലിയ അപകടം തൻ്റെ സൗന്ദര്യം കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന് അനുഭവിക്കേണ്ടി വന്നു എന്നതാണ്. കാരണം ഈ സൗന്ദര്യം എന്ന് പറയുമ്പം, അപ്പോൾ സാധാരണ പറയുക, സ്ത്രീകളെ സൗന്ദര്യം പുരുഷന്മാർക്ക് ആകർഷകമാണ് എന്ന് നമ്മളൊക്കെ പറയും. അത് പൊതുവെ ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുരുഷന്മാർ സ്ത്രീകളെ നോക്കരുത് എന്ന് പറയുന്നത്. സ്ത്രീകൾ അങ്ങനെ വേഷം ധരിച്ച് പോകണം, അവർ 100% വസ്ത്രം ധരിച്ചിട്ട് വേണം പോകാൻ. ഒരു പുരുഷനും സ്ത്രീയുടെ ശരീരത്തേക്ക് നോക്കാൻ അവസരം ഉണ്ടാക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷനത് വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതുകൊണ്ട് പുരുഷൻ സ്ത്രീയെ നോക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഇസ്ലാം പറഞ്ഞത്, സ്ത്രീകൾ പുരുഷനെ നോക്കാനും പാടില്ല എന്നും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സൗന്ദര്യം എന്നുള്ളത്, പുരുഷൻ്റെ സൗന്ദര്യം സ്ത്രീക്കും വളരെ ആകർഷകം തന്നെയാണ്. ഈ കാര്യവും ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വിശദമായി മനസ്സിലാക്കാം. സൂറത്ത് നൂറിൽ അള്ളാഹു പറഞ്ഞു, മുഅ്മിനീങ്ങളോട് അള്ളാഹ് പറയാ, കുല്ലിൽ മുഅ്മിനീന യഉള്ളൂ മിൻ അബ്സാരിഹിം. കുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് പറയുക പ്രവാചകരെ. എന്താ വിശ്വാസികളോട് പറയേണ്ടത്? യഉള്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ. അപ്പം ആണുങ്ങൾ, പുരുഷന്മാർ, വിശ്വാസികൾ, പുരുഷന്മാരായ വിശ്വാസികളോട് നീ പറയണം ദൃഷ്ടി താഴ്ത്താൻ, ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കരുത്
എന്ന് നീ പറയണം എന്ന. അവിടെ അവസാനിപ്പിക്കണല്ലേ ഖുർആൻ. തൊട്ടടുത്ത വചനത്തിൽ 31-ാമത്തെ വചനത്തിൽ പറഞ്ഞത് വകുല്ലിൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളോടും പറയുക പ്രവാചകരെ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ എന്ന്. ആരും നോക്കാതെ കട്ടെ എന്നാ, പുരുഷന്മാരെ സ്ത്രീകളും നോക്കരുത് എന്നാ. അങ്ങനെ നോക്കേണ്ട ഒരു അപകടമാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു അന്ധനായ സഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ പ്രവാചക പത്നിമാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു, പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അവിടെ 2 ഭാര്യമാരുണ്ട്, ഉമ്മു സലമയും പ്രവാചകൻ്റെ പത്നിമാരായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും മൈമൂന റളിയല്ലാഹു അൻഹയും 2 പത്നിമാർ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം എന്ന അന്ധനായ സഹാബി കടന്നു വരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങളൊന്ന് മാറി നിന്നേക്ക്, അദ്ദേഹം വരുന്നുണ്ട് എന്ന്. അപ്പം ചോദിച്ചത്, ഇവർ 2 പേരും ചോദിക്കുന്നു, അല്ല അന്ധനല്ലേ, അദ്ദേഹം ഞങ്ങളെ കാണുമോന്നാണ്. അന്ധനല്ലേ, അദ്ദേഹം ഞങ്ങളെ കാണുമോ, പിന്നെന്തിനാ ഞങ്ങൾ മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇക്കാലത്തുള്ള ആളുകളുടെ ധാരണ അതാണ്, പുരുഷന്മാർ സ്ത്രീകളെ കാണാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാ. ആ ഒരു ധാരണ തന്നെയാണ് പ്രവാചകൻ്റെ പത്നിമാർക്കുള്ളത്. അവരാ ചോദിക്കുന്നത്, അല്ല അലൈസ ഹുവ അഅമ, അല്ല പ്രവാചകരെ, അദ്ദേഹം ഒരു അന്ധനല്ലേ, ഞങ്ങളെന്തിനാ മാറി നിൽക്കുന്നത്, ഞങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുമോ എന്നാ. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അഫ ഉമ്മിയവാൻ അൻതുമാ അലസ്തുമാ തബ്സിറാൻ, അല്ല നിങ്ങളൊക്കെ കണ്ണില്ലാത്തവരാണോ, നിങ്ങൾക്ക് കാഴ്ചശക്തിയില്ലേ, നിങ്ങൾ 2 പേരും അദ്ദേഹത്തെ കാണുകയില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കാം. അപ്പം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സ്ത്രീകൾ നോക്കിയാലും അപകടം തന്നെയാണ് എന്നാ. ആ അപകടത്തെ പറ്റിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അദ്ദേഹം ആ യൂസുഫ് നബി അലൈഹി സ്വലാമിൽ അവിടെ ഉണ്ടായിരുന്ന പ്രഭുവിൻ്റെ പേര് ഇവിടെ അസീസ് എന്ന ഉപയോഗിച്ചു. പക്ഷേ അസീസ് ഒന്നല്ല ആ പ്രഭുവിൻ്റെ പേര്. അസീസ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ സാർ എന്നൊക്കെ പറഞ്ഞതുപോലുള്ളൊരു ബഹുമാന പേര് മാത്രമാണ്. ശരിക്കുള്ള പേരെന്താന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഏതായാലും അസീസ് എന്ന് നമുക്ക് പറയാം. പേര് അദ്ദേഹത്തിൻ്റെ പേരായാലും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്തായാലും ശരി, ആ പ്രഭുവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പം പ്രഭുവിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ സുലൈഖ, ഈ സുലൈഖയ്ക്ക് അദ്ദേഹത്തോട് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് വലിയ ഇഷ്ടം തോന്നി. അതെപ്പറ്റി ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രയോഗം വളരെ മനോഹരമായ പ്രയോഗമാണ് ഖുർആൻ പറഞ്ഞത്. എന്താ? വലക്കത് ഹമ്മത്ത് ബിഹി, അവൾക്ക് അവനിൽ ഒരു അനുരാഗം, ആഗ്രഹം ജനിച്ചു എന്നാ. അവൾക്ക് അവനിൽ ആഗ്രഹം ജനിച്ചു, യൂസുഫിൽ ആഗ്രഹം ജനിച്ചു. അത്രയും സൗന്ദര്യമാണ്. ആ സുലൈഖനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രമാത്രം സൗന്ദര്യമുള്ള ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. അതുകൊണ്ട് വലക്കത് ഹമ്മത്ത് ബിഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവൾക്ക് ആഗ്രഹം ജനിച്ചു. വഹമ്മ ബിഹ, അദ്ദേഹത്തിന് അവളിലും ഒരു താല്പര്യമുണ്ടാകുമായിരുന്നു. പക്ഷെ തുടർന്ന് അല്ലാഹ് പറയുകയാണെന്ത്? ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹീന. അതാണ് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഏത് ആണായാലും പെണ്ണായാലും, ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ്, എനിക്കിതൊന്നും പ്രശ്നമല്ല, ഞാൻ ഇങ്ങനെ ഒരു പെണ്ണും ഒരാണുമായിട്ട് ഒന്നിച്ചിരുന്ന് വെച്ചൊരു അപകടമൊന്നും പറ്റൂല എന്നൊക്കെ ചില ആൾക്കാർ പറയും. ഞാൻ ഇത്ര ഉയർന്ന സ്ഥാനത്തിരിക്കണവനാണ്, എൻ്റെ കീഴുദ്യോഗസ്ഥയാണ്, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇത് പ്രവാചകൻ്റെ ചരിത്രമാണല്ലോ പറയണത്. അവിടെ അല്ലാഹ് പറയാണ്, വലക്കത് ഹമ്മത്ത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി. തൻ്റെ രക്ഷിതാവിൻ്റെ വ്യക്തമായ പ്രമാണങ്ങൾ അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അവളിലും ആഗ്രഹം ജനിക്കുമായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പം അള്ളാൻ്റെ ഒരു പ്രത്യേകമായ ഒരു സംരക്ഷണം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനൊരു ചിന്ത ഉണ്ടായില്ല എന്നാണ്. അപ്പം അങ്ങനെ ചിന്ത തീരെ ഇല്ലാത്തൊരു മനുഷ്യനാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ഈ ചരിത്രത്തിനും അർത്ഥമില്ലല്ലോ, ഒരു ചിന്തയില്ല, ഒരു വികാരവും ഇല്ല, ഒരു പെണ്ണിനെ കണ്ടാൽ യാതൊന്നും തോന്നാത്ത ഒരാളാണ് ഒരു മനുഷ്യനെങ്കിൽ പിന്നെ ഈ ചരിത്രം തന്നെ പറഞ്ഞതിൽ അർത്ഥമല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അള്ളാഹ് അങ്ങേയറ്റം അദ്ദേഹത്തിന് കൊടുത്തൊരു സംരക്ഷണം, ആ സംരക്ഷണം കൊണ്ട് റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മയും റബ്ബിനെ പറ്റിയുള്ള ചിന്തയും അദ്ദേഹത്തെ ഇതിൽ നിന്ന് അകറ്റിക്കളയുന്നു, ഇത്തരം ചീത്ത ചിന്തകളിൽ നിന്ന്. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പം ആവർത്തിച്ച് നമ്മൾ കേൾക്കേണ്ട കാര്യവും. നോക്കൂ നിങ്ങൾ, ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സുലൈഖ ക്ഷണിക്കുന്നു. ആരാ സുലൈഖ? കൊട്ടാരത്തിൻ്റെ എല്ലാ അധികാരവും ഉണ്ട്. ഭർത്താവ് സുലൈഖ പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആളാ. അതിങ്ങനെ ഖുർആൻ്റെ ആയത്തെ നോക്കിയാൽ മനസ്സിലാവും. കാരണം സുലൈഖ തെറ്റുകാരി ആണ് എന്ന് പറയുമ്പോൾ പോലും
ഭർത്താവിന് സുലൈഖ നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനല്ലാതെ അതുകൊണ്ട് യൂസുഫിനെ എന്തിന് ജയിലിലിടണം എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ത്രാണിയോ തൻ്റെ ഇടമോ ആണത്തമോ പോലുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ആ കൊട്ടാരത്തിൻ്റെ അധിപൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. കാരണം അമ്മ അത്രമാത്രം ആ സ്ത്രീക്ക് അവിടെ സ്വാധീനം ഉണ്ടായിരുന്നു. ആ പെണ്ണാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ക്ഷണിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ക്ഷണിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? അവർ അദ്ദേഹത്തിൽ ആഗ്രഹം കാണിക്കുന്നു, അദ്ദേഹം അതിന് എതിർപ്പ് കാണിക്കുന്നു. അങ്ങനെ എതിർപ്പ് കാണിച്ചപ്പം ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന് പിന്നാലെ അവൾ ഓടുന്നു. ഓടിയിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിന് വസ്ത്രം കീറുന്നു. അങ്ങനെ വസ്ത്രം കീറിയ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് സ്ത്രീകളുടെ സ്വഭാവം ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പീഡന വാർത്തകൾ വരുന്നതിൻ്റെ ബേസ് ഇതാണ്. എന്താ, ഒരുപാട് കാലം സഹകരിച്ച് ജീവിക്കും ഇവർ ഒന്നിച്ച് തന്നെ. പലപ്പോഴും അധർമ്മത്തിൻ്റെ വഴിയിൽ, ഈ അസാൻമാർഗികമായ വഴിയിൽ, ഈ തിന്മയുടെ മാർഗത്തിൽ ആണും പെണ്ണും ഭർത്താവ്, ഈ യുവാവും യുവതിയും അല്ലെ കാമുകന്മാർ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും കുറേ കാലം. എന്താണോ പരസ്പരം ഉണ്ടാക്കിയ ധാരണ, പരസ്പരം ഉണ്ടാക്കിയ നിബന്ധന, അല്ലെ പരസ്പരം ഉണ്ടാക്കിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതെന്തോ ആവട്ടെ, ഞാൻ കല്യാണം കഴിച്ചോളാന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി കൊടുക്കാമെന്നായിക്കോട്ടെ, സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നായിക്കോട്ടെ, അല്ലെ വലിയ സാമ്പത്തിക മെച്ചുണ്ടാക്കി കൊടുക്കാമെന്നായിക്കോട്ടെ, ഇതൊക്കെയാണല്ലോ ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മളെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ വശീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വാക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാനാണ്. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ സിനിമയല്ല, എന്താ പറയുക, ഈ ടെലിവിഷനിലൊക്കെ ഉള്ള സീരിയലുകളിൽ അഭിനയിക്കാൻ. സീരിയലുകളിൽ ഇവിടെ ഈ ചാലപ്പുറത്തടക്കം കാണാം നമുക്ക് ബോർഡ്, സീരിയലിൽ അഭിനയിക്കാൻ കുട്ടികളെ ആവശ്യമുണ്ട്. അപ്പം ഫോൺ ചെയ്താൽ പിന്നുള്ളത് ഇത്തരം നിബന്ധനകളാണ്. അപ്പം ഇങ്ങനെ നിബന്ധനകളൊക്കെ വെച്ച് ഇതിലേക്ക് വീണുപോയി 2, 3, 4 കൊല്ലമൊക്കെ വരെ പിന്നാലെ പോയി അവസാനം നിവൃത്തിയില്ലാതാകുമ്പോൾ പെണ്ണ് കേസ് കൊടുക്കുക. എന്തിന്? ഇവൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ പത്രം വായിച്ച് നമ്മൾ വിചാരിക്കും ഇന്നലെ തുടങ്ങിയാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഇന്ന് വൈകുന്നേരം സംഭവിച്ചാണ്, നേരം വെളുത്തപ്പുണ്ടായ പത്രത്തിലാണെന്നാണ് വിചാരിക്കുക. സത്യത്തിൽ അത് വർഷങ്ങൾ നീണ്ട സംഭവങ്ങളായിരിക്കാം. അപ്പം ഇവളെ ആഗ്രഹിക്കുന്നിടത്തൊക്കെ എത്താഞ്ഞാൽ കേസ് കൊടുക്കുന്നതാ. അത് സ്ത്രീകളുടെ പ്രത്യേക കഴിവാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിക്കാൻ അവർക്കറിയാമെന്നാണ്. എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും നല്ലൊരു സ്ത്രീകൾ മോശമാണെന്നൊന്നുമല്ല. പക്ഷേ ഈ ഒരു സ്വഭാവം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് കാണാൻ സാധിക്കും. ഇവിടെ ഈ സ്ത്രീ പറഞ്ഞു, സുലൈഖ പറഞ്ഞു, അസീസ് വന്ന സമയത്ത് സുലൈഖ പറഞ്ഞു, ഇതാ ഈ യൂസുഫ് ഉണ്ടല്ലോ, മഹാമോശമാണ് ഇവൻ എന്നെ വശീകരിക്കാൻ ശ്രമിച്ചു തിരിച്ചു പറഞ്ഞു. അപ്പോൾ അതിന് തെളിവായിട്ട് പറഞ്ഞത് വസ്ത്രം കീറി എന്ന കാര്യമാണ്. അപ്പോൾ അവിടെ തന്നെയുള്ള ഒരാൾ, അതാരാന്ന് പറയുന്നത്, ആ കുടുംബത്തിൽ തന്നെയല്ലോ, നോക്കുക ആ വീട്ടിൽ താമസിക്കണേ, അതല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, രണ്ടിലൊരാൾ വന്നിട്ട് പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് പരിശോധിക്കാം, വസ്ത്രം ഒന്ന് നോക്കുക. വസ്ത്രത്തിൻ്റെ പിൻഭാഗത്താണ് കീറിയിരിക്കണമെങ്കിൽ അതെന്തായാലും യൂസുഫിൻ്റെ വസ്ത്രം കീറിയെന്ന് ഉറപ്പാണ്. കാരണം വസ്ത്രത്തിൻ്റെ പിൻഭാഗത്താണെങ്കിൽ പിന്നുന്ന ഒരാൾ കീറിയതായിരിക്കുമല്ലോ. അതല്ല മുന്നിനാണ് കീറിയതെങ്കിൽ അത് യൂസുഫ് എന്നായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിച്ചു. ഉലമ്മാറ ആ കമീസഹു ഖുദ്ദമിൻ ദുബർ, അങ്ങനെ പിൻഭാഗത്തു നിന്നാണ് വസ്ത്രം കീറിയതായി കണ്ടത്. കാല ഇന്നഹു മിൻ കൈദി കുന്ന. അപ്പോൾ അസീസ് ഭാര്യനോട് പറയാ, ഇന്നഹു മിൻ കൈദി കുന്ന, ഇത് നിങ്ങളുടെ ഒരു തന്ത്രമാണ്, ഇത് സ്ത്രീകളുടെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദ കുന്ന അലീം, നിങ്ങളുടെ തന്ത്രം വല്ലാത്തൊരു തന്ത്രമാണ് മനുഷ്യന്മാരെ എന്ന് അസീസ് ഭാര്യനോട് പറഞ്ഞു എന്നാണ്. കാരണം നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യന്മാരാണ്. ഈ യൂസുഫിൽ ആഗ്രഹം വെച്ച് പുലർത്തുകയും അവൻ്റെ പിന്നാലെ കൂടി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയും പിടിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ പെട്ടെന്ന് അത് യൂസുഫിൻ്റെ മേലേക്ക് മറച്ചിടാൻ ശ്രമിച്ചത് എൻ്റെ ബുദ്ധി വല്ലാത്ത ബുദ്ധിയാണ്, വലിയ തന്ത്രശാലികളാ സ്ത്രീകളെ നിങ്ങൾ എന്ന് അസീസ് പറഞ്ഞു എന്നാ. അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അസീസ് സ്ത്രീക്കെതിരെ നടപടി എടുക്കണം, ഭാര്യക്കെതിരെ വല്ല നടപടി എടുക്കണ്ടേ? പക്ഷെ ഒന്നും എടുത്തില്ല, എടുക്കാനുള്ള ധൈര്യമില്ല. എന്നിട്ട് എന്താ പറയുക, യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പറയാ, യൂസുഫ് അൻഹാദ, യൂസുഫേ ഇത് വിട്ടേക്ക്, നിസ്സാരമായ സംഗതിയാണ്, ഇതിങ്ങനെ ഗൗരവമായി കാണണ്ട, അവളെ ഭാഗത്ത് പറ്റൊരു അബദ്ധാണെന്ന് പറഞ്ഞാളാ, വിട്ടേക്ക്, അൻഹാദ, യൂസുഫെ ഇത് വിട്ടാളാ. വസ്തഗ്ഫിരി ദംബിക്കി, എന്നിട്ട് ഭാര്യനോട് പറയാ, വസ്തഗ്ഫിരി ദംബിക്കി, സുലൈഖ അനക്ക് അബദ്ധം പറ്റിയതാണ്, ഇത് നീ അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. വസ്തഗ്ഫിർ, നീ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. ഇന്നക്കി കുന്തി മിനൽ ഖാത്തിഈൻ, തീർച്ചയായിട്ടും നീ തെറ്റുകാരിയാണ്, അത് സംശയമൊന്നുമില്ല എന്ന് ഇവിടെ അസീസ് തൻ്റെ ഭാര്യയോട് പറയുകയും ചെയ്തു. അപ്പം നീയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, നിൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് പറ്റിയതെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് യൂസഫ് ഇനി ഏതാനും പ്രശ്നമാക്കാണ്ട്, അങ്ങനെ സംഭവിച്ചു പോയില്ലേ, അത് കാരണം ഇവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവൾക്ക് അത്രയും അധികാരവും സ്വാധീനമുള്ള ആളാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവളെ കാര്യത്തൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ എനിക്ക് അന്നെ ഒഴിവാക്കാനേ പറ്റുള്ളൂ, കാരണം അന്നെ ഈജിപ്തിൽ വിലക്ക് വാങ്ങിയതല്ലേ, ഒഴിവാക്കാൻ പറ്റിയപ്പോൾ അന്നെ മാത്രമേ ഉള്ളൂ എന്ന് യൂസഫിനോട്
യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് അസീസ് പറയുകയും ചെയ്തു എന്ന്. അങ്ങനെ പിന്നെയുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഇവൾക്കുണ്ടായി മാനക്കേട് നിന്ന് രക്ഷപ്പെടണമല്ലോ. കാരണം നാട്ടുകാരുടെ ഇടയിൽ മോശക്കാരിത്തിയായി പോയില്ലേ. കാരണം എല്ലാ പുറത്തൊക്കെ വ്യാപിച്ചു. ഇത്തരം വാർത്തകൾ വേത്തുമല്ലോ. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എത്തൂലെങ്കിൽ പോലും അറിയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് വ്യാപിക്കും. അങ്ങനെ ഇവൾക്ക് നാട്ടിൽ മുഴുവൻ ഇറങ്ങിയിറക്കാൻ പറ്റാത്ത അവസ്ഥയായി. പ്രത്യേകിച്ച് കുലീന സ്ത്രീകൾക്കിടയിൽ, കൊട്ടാര സ്ത്രീകൾക്കിടയിലൊക്കെ ഇതൊരു ചർച്ചാ വിഷയമായി. അപ്പോൾ ഇവൾ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രമല്ല കുറ്റക്കാരത്തി, എല്ലാ സ്ത്രീകൾക്കും ഇത് സംഭവിക്കും എന്നൊന്ന് ബോധ്യപ്പെടുത്തണം. കാരണം യൂസുഫാണ് കുറ്റക്കാരൻ. യൂസുഫിനെ കണ്ടാൽ ഏതൊരു സ്ത്രീൻ്റെയും മനസ്സ് മാറിപ്പോകും എന്ന് എല്ലാ സ്ത്രീകളെയും ബോധ്യപ്പെടുത്തിയാൽ പിന്നെ എന്നെ അപമാനിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ലല്ലോ. മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞാൽ പണ്ട് പറയലുണ്ടല്ലോ നമ്മൾ. അപ്പം അതേപോലെ എല്ലാവർക്കും ഈ അബദ്ധം പറ്റുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവളൊരു സദസ്സ് സംഘടിപ്പിച്ചു, ഒരു സൽക്കാരം സംഘടിപ്പിച്ചു. എല്ലാ ആൾക്കാരെയും എല്ലാ സ്ത്രീകളെയും അവിടേക്ക് വിളിച്ചു. അങ്ങനെ ആ സ്ത്രീകൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു. കൂട്ടത്തിൽ അവർ കത്തി കൊണ്ട് മുറിക്കാനുള്ള ചില ഫ്രൂട്ട്സ്, ചില ഫലവർഗ്ഗങ്ങൾ കൊടുത്തു. അത് കത്തി കൊണ്ട് വേണം മുറിക്കാൻ. അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും കത്തിയും കൊടുത്തു, നല്ല മൂർച്ചുള്ള കത്തിയും കൊടുത്തു, ഈ ഫ്രൂട്ടും കൊടുത്തു. അങ്ങനെ അവരതിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ മുറിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂസുഫിനോട് അതിലെങ്ങനെ നടക്കാൻ പറഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാം അതിലെങ്ങനെ നടന്നു. അപ്പോൾ ഇവർ യൂസുഫിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് ഇവർ പിന്നെ ഈ കൈ മുറിക്കും. ഇവർ യന്ത്രത്തെ പോലെ പ്രവർത്തിച്ചു കൈകളിൽ നിന്നാണ്. അങ്ങനെ എല്ലാവരുടെ കൈയും മുറിച്ചു, ഒരൊറ്റൊന്നിൻ്റെ കൈയില്ലാതെ മുറിഞ്ഞു എന്നാണ്. അപ്പം ഇവൾ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം എന്താ സംഭവിച്ചത്? നിങ്ങൾക്കിപ്പോൾ ഒരു നേരം യൂസുഫിനെ കണ്ടപ്പോൾ തന്നെ കൈ എല്ലാത്തിനും മുറിഞ്ഞില്ലേ? ഞാനും പിന്നെ എത്ര ദിവസമായി കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ആരാ നല്ലത്? നിങ്ങളെക്കാൾ നല്ലത് ഞാൻ തന്നെ അല്ലേ എന്ന് പറഞ്ഞു അവൾ. അപ്പോൾ അവൾ തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ എല്ലാവർക്കും ആഗ്രഹമായി, മുഴുവൻ സ്ത്രീകൾക്കും. അത് ഖുർആൻ തന്നെ പറഞ്ഞ പ്രയോഗം അങ്ങനെയാണ്. പിന്നെ ഇവളെ മാത്രമല്ല പ്രശ്നം, സുലൈഖ മാത്രമല്ല, പിന്നെ മുഴുവൻ സ്ത്രീകളും യൂസുഫിൽ കണ്ണുവെച്ചു എന്നതാണ്. അപ്പോൾ പിന്നെ അവൾ കൊട്ടാരത്തിൽ ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം മനസ്സിലാക്കി. ഇനി അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടം ഉണ്ടാക്കും എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥന? ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. ഖാല അദ്ദേഹം പറയുന്നു, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. എൻ്റെ റബ്ബേ, ഈ സ്ത്രീകൾ എന്നാണ് പറയുന്നത്, അല്ലാതെ ഒരു സ്ത്രീനെ പറ്റിയല്ല പറയുന്നത്. ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ജയിലാകുന്നു റബ്ബേ. അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അവരെന്നെ ക്ഷണിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട ഏർപ്പാടിലേക്കാണ്. അതിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ജയിലാണ്. കാരണം ജയിൽ സുന്ദരമായിട്ടൊന്നുമല്ല. അതൊരു കാലത്തും ജയിൽ സന്തോഷകരമായ സംഗതിയല്ലല്ലോ. ജയിൽ തടവറയാണ്. അവിടുത്തെ എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാകുന്ന സംഗതിയാണ്. ആ സ്വാതന്ത്ര്യമില്ലാതിരുന്നാലും ജയിലിൻ്റെ ഇരുട്ടറയിൽ കിടന്നാലും ജയിലിലെ എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്ന ഈ ജീവിതം, ഈ അധർമ്മമായ ജീവിതം എനിക്ക് ആവശ്യമില്ല എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുക. വ ഇല്ലാ തസ്രിഫ് അന്നി, നീ എങ്ങാനും ഇതിൽ നിന്ന് എന്നെ അകറ്റിയിട്ടില്ലെങ്കിൽ, കൈദഹുന്ന, ഇവരുടെ ഈ കുതന്ത്രത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകും. വ അക്കും മിനൽ ജാഹിലീൻ, ഞാൻ വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും റബ്ബേ എന്ന. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വളരെ അധികം സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളാണ്. വളരെ ഇഖ്ലാസോടുകൂടി അള്ളാനെ പേടിച്ചൊരു ജീവിക്കുന്ന ഒരു യുവാവ് തന്നെയാണ്. പക്ഷേ എല്ലാ സ്ത്രീകളും കൂടി എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടി ആകെ ബുദ്ധിമുട്ടിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല റബ്ബേ, ഒരു പക്ഷേ എൻ്റെ മനസ്സും മാറിപ്പോകും. അതുകൊണ്ട് ഈ സാഹചര്യം ഒന്ന് മാറ്റിത്തരണേന്നാ. ജയിലിൽ തിരഞ്ഞെടുക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയും, തിന്മേൽ ജീവിച്ചുകൊണ്ട് തിന്മേന്ന് മാറിക്കാൻ കഴിയില്ല. ഇപ്പം ഞാൻ ഒരിക്കൽ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു യുവാവ് എന്നെ പറഞ്ഞു, ഒരു കുട്ടി, ഒരു 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ജീവിക്കണ ഇത് ഒരു ഫ്ലാറ്റിലാണ്, അവിടെ മുഴുവൻ സമയവും സിനിമയും ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പൊതുവെ ഈ ബാച്ചിലേഴ്സ് താമസിക്കുന്ന റൂമിൻ്റെ പ്രത്യേകത ആണല്ലോ, എല്ലാ സമയത്തും സിനിമയും തോന്നിയാസുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനും അതിലാണ്. ഇപ്പം 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കണമെന്നും നമ്മളൊക്കെ ക്ലാസ്സിന് വരുന്നവനാണ്. അപ്പം ഞാനും എന്നോട് പറഞ്ഞു, ഈ അവിടെ നിന്നുകൊണ്ട് എനിക്ക് മാറാൻ കഴിയില്ല, ഈ തൊട്ടടുത്ത ഫ്ലാറ്റൊക്കെ മാറിക്കളാന്ന് പറഞ്ഞപ്പോൾ അതിന് പൈസ തീയാവും. ഞാൻ ഇതാകെ 10 ദീനാറിൻ്റെ പണിയുള്ളൂ, മറ്റേത് 25-30 ദീനാർ കൊടുക്കണം വേറെ റൂമൊക്കെ മാറാൻ. അപ്പോൾ ഞാൻ പറയാൻ, എനിക്ക് ദീനാറാണോ വേണ്ടത്, ജീവിതമാണോ വേണ്ടത്, ഇസ്ലാമാണോ വേണ്ടത്, ദീനാറാണോ വേണ്ടത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒന്ന് സൂക്ഷിച്ച് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ പിന്നെ നമ്മൾ കാണുന്നത് അവൻ 100% അങ്ങോട്ട് പോയതാ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് മൂപ്പര് അവസ്ഥക്കെത്തി. കാരണം ഒരിക്കലും ഒരു തിന്മേന്ന്
തിന്മയെന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ആ സാഹചര്യം മാറുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാ മനുഷ്യന്മാരും അവരുടെ സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അവരുടെ സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കും എന്നാണ്. സുഹൃത്തിൻ്റെ മതം എന്ന് പറഞ്ഞാൽ നമ്മൾ സുഹൃത്തുക്കൾ ആരാ, ആ സുഹൃത്തിൻ്റെ സ്വഭാവം നമ്മുടെ അടുത്തുണ്ടാവും. അവർ ഒരുപക്ഷെ നമ്മൾ വളരെ മാന്യന്മാരായിട്ടൊക്കെ ജീവിക്കുന്നവരാവും. എന്നാലും ക്രമേണ ഇത്തരം ആളുകൾ ചീത്ത കാര്യങ്ങളിലേക്ക് പോയാൽ ആ ചീത്ത, ഇപ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും നമ്മൾ സാധാരണ ആൾക്കാർ പറയുന്നത് പോലെ തന്നെയാണ്. നല്ല ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ നല്ല അവസ്ഥ ജീവിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഈ ഹിജറിൻ്റെ ഈ ഉദ്ദേശം. ഹിജറ എന്ന് പറഞ്ഞാലും തന്നെ ഉദ്ദേശം ഹിജറ ചെയ്യുക. ജീവിതത്തിൽ എല്ലാ തരത്തിലും ഹിജറ ആവശ്യമുണ്ട്. ഇപ്പം നമ്മളെ ഈ മക്കയിൽ മദീനയ്ക്ക് പോയത് മാത്രമല്ലല്ലോ ഹിജറ എന്ന് പറഞ്ഞാൽ. നമ്മളെ ജീവിതത്തിലെ ഹിജറ എന്ന് പറഞ്ഞാൽ ഇത്തരം തിന്മയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ആ തിന്മ ചെയ്യാതിരിക്കാനുള്ള അന്തരീക്ഷത്തേക്ക് മാറുക. അത് ആ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ 99 ആളെ കൊന്ന ഒരു ചരിത്രം പറഞ്ഞിട്ട് അദ്ദേഹം എന്തുകൊണ്ട് സ്വർഗത്തിൻ്റെ അവകാശിയായി മാറുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം നാട് വിടാൻ തീരുമാനിക്കുക. എന്താ നാട് വിടാൻ തീരുമാനിക്കാനുള്ള കാരണം? ആ നാട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് നന്മ ചെയ്യാൻ സാധ്യതയുള്ള, നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു നാട്ടിക്ക് പോകാൻ മൂപ്പര് തീരുമാനിക്കുക. സംഗതി ശരിയാ, 100 ആൾ 99 ആളെ ഒരാളെയും കൂടി 100 മൂപ്പര് തയ്ച്ചിക്കണ്, 100 ആളെയും കൊന്നിക്കണ്. പക്ഷെ എന്നാൽ പോലും അയാളുടെ മനസ്സിൽ മുഴുവൻ ഉള്ളത് എനിക്ക് നന്നാവണം എന്നാണ്. പക്ഷെ സാഹചര്യങ്ങൾ അയാളെ കൊണ്ട് വീണ്ടും തിന്മ ചെയ്യിക്കുക. അപ്പം നന്നാവണം എന്നുള്ള അയാളുടെ ഉത്കടമായ ആഗ്രഹം, ആ ആഗ്രഹത്തെ അള്ളാഹ് പരിഗണിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുമ്പോൾ 2 മലക്കുകൾ വരുന്നു, സ്വർഗത്തിൻ്റെ മലക്കുകളും നരകത്തിൻ്റെ മലക്കുകളും. അവർ തമ്മിലെ സംവാദം. സ്വർഗത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു ഇയാളെ ഞങ്ങൾക്ക് വേണം, കാരണം ഇയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലായിരുന്നു ഇയാൾ. നരകത്തിൻ്റെ മലക്കിന് 100 ആളെ കൊന്ന മനുഷ്യൻ നിങ്ങൾക്ക് കയറി, ഇത് നരകത്തേക്കുള്ളതാണെന്ന്. അങ്ങനെ അവസാനം അളക്കാൻ തീരുമാനിച്ചു എന്നാ, ഏത് ഭാഗത്തേക്കാ ദൂരം കൂടുതൽ. അപ്പോൾ കൂടുതൽ അദ്ദേഹം അടുത്തത് നന്മയുടെ രാജ്യത്തേക്കാണ് എങ്കിൽ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക തീരുമാനമായി എന്നാ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, തിന്മ ചെയ്യാതിരിക്കാൻ എന്ത് മാർഗം എന്ന് ചിന്തിക്കുക. അപ്പം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് നോക്കുന്ന ആൾക്കാരുണ്ട്, വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് ഇൻ്റർനെറ്റ് നോക്കുന്ന ആൾക്കാരുണ്ട്, ഭാര്യ പുറത്തിരിക്കുന്നുണ്ടാവും, ഭർത്താവ് ഇതിലായിരിക്കും ഉണ്ടാകുക, അല്ലേ? ഒരുപാട് തിന്മൻ്റെ ചാൻസുകൾ കൂടി വരിക. അപ്പോൾ ഈ സാധനം ഉണ്ട് വേണ്ടാച്ചാൽ പ്രശ്നം കഴിഞ്ഞ് അതിപ്പോൾ എങ്ങനെ വേണ്ട നിൽക്കുക, അല്ലേ? ടെലിവിഷൻ കൊണ്ടാണ് എല്ലാ ഇടങ്ങേറും എന്ന് അറിയാം, എന്നാലാണ് വേണ്ടാന്ന് വെച്ചാൽ പോരെ. റമദാൻ മാസത്തിൽ കഴിയില്ലേ വേണ്ട നിൽക്കാൻ? ഇതിൻ്റെ റമദാൻ മാസത്തിൽ റിമോട്ട് എടുത്ത് നമ്മൾ അട്ടത്തേക്ക് ഇടണ്ടേ? ആ അട്ടത്ത് പിന്നെ ഇതിന് എടുക്കണതിനാ അവിടെ തന്നെ നോട്ട വിചാരിച്ചാൽ പോരെ. അപ്പം ഇങ്ങനെ ഒരു തിന്മ ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്തിനാ കൂട്ടരെ പിന്നെ ആ സാധ്യത നമ്മൾ അവിടെ തന്നെ നിന്ന് ജീവിക്കണമെന്ന് വിചാരിക്കണ വാശി പിടിക്കുന്നതിനാ? അതാ അള്ളാൻ്റെ ഭൂമി വിശാലമല്ലേ എന്നുള്ള ചോദിക്കാനുള്ള കാരണം. ഇത്തരം തിന്മ, എനിക്ക് തിന്മയെന്ന് മാറാൻ കഴിയണില്ല, കാരണം എൻ്റെ കൂട്ടുകാരെങ്ങനെയാണ്, എൻ്റെ കുടുംബം എങ്ങനെയാണ്, എൻ്റെ ബന്ധങ്ങൾ എങ്ങനെയാണ്, എൻ്റെ കച്ചവട സ്ഥാപനം ആ രീതിയിലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് അള്ള ചോദിക്കുന്ന മറുപടി എന്താ അറിയൂ? മലക്കുകളും അവരെ മരിപ്പിക്കുന്ന സമയത്ത് മലക്കുകൾ വരും അവരുടെ അടുത്ത്. എന്നിട്ട് മലക്കൾ ചോദിക്കും എന്താണോ എനിക്ക് പറ്റിയത്? നീ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നല്ലോ, പിന്നെ എന്താ എനിക്ക് ഇങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഈ മനുഷ്യൻ പറയും, എനിക്ക് ഇവരെല്ലാവരും കൂടി സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചു പോയതാ. അപ്പോൾ മലക്കൾ ചോദിക്കുക, അല്ല അള്ളാൻ്റെ ഭൂമി എത്ര വിശാലാകൂട്ടരെ, അള്ളാൻ്റെ ഭൂമി വിശാലായിരുന്നില്ലേ, നിനക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ? നീ ഇവിടെ തന്നെ ഇങ്ങനെ ജീവിക്കണം എന്ന് വിചാരിക്കണോ? അപ്പോൾ ഒരു സൗകര്യങ്ങൾ കുറഞ്ഞാലും പ്രയാസങ്ങൾ കൂടിയാലും അല്പൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും നന്മയുടേതായ ഒരു അന്തരീക്ഷത്തേക്ക് മാറാൻ ശ്രമിക്കുക എന്നതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ട പണി. അതാ അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ എന്ന് പറഞ്ഞത്. എനിക്കിഷ്ടം ജയിലാ റബ്ബേ. ജയിലു ഉഷാറായിട്ടൊന്നല്ല പറഞ്ഞത്, ജയില് നന്നായതുകൊണ്ട് പറഞ്ഞതല്ല, പക്ഷേ വിളിക്കുന്ന സ്ഥലം അതിനേക്കാൾ മോശം. അവിടെ നിന്നാൽ കൊട്ടാരൊക്കെയാണ് സംഗതി ശരിയാണ്, നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ്, നാട്ടിൽ നല്ല പേരും വിലയൊക്കെ ഉണ്ടാവും, നാട്ടിൽ നല്ല പെരുമ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ സംഗതി എന്തായാലും തോന്നിയാസാണല്ലോ, വൃത്തികേടാണല്ലോ, മാലിന്യമാണല്ലോ, അത് വല്ലാത്തൊരു ഭാരമാണ്. അപ്പോൾ എനിക്കിഷ്ടം ജയിലാകുന്നു എന്ന് അദ്ദേഹം പറയുക. അങ്ങനെ അല്ലാഹ് പറയാ ഫസ്തജാബ ലഹു റബ്ബുഹു, റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ഫസ്വറഫ അൻഹു കൈദഹുന്ന, ആ സ്ത്രീകളുടെ തന്ത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹ് രക്ഷപ്പെടുത്തി. ഇന്നഹു ഹുവസ്സമീഉൽ അലീം, തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഈ അസീസ് അദ്ദേഹത്തെ ജയിലിലാക്കുകയാണ്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിലിലാക്കിയെന്നുള്ളത് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഒന്നുകിൽ പിന്നെ ഈ നാട്ടിലൊക്കെ മോശമായ സ്ഥിതിക്ക് സുലൈഖ നിരന്തരമായി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഈ യൂസുഫിനെ എങ്ങനെയെങ്കിലും ജയിലിൽ കൊണ്ടുവരണം, ഞാൻ പറഞ്ഞത് കേൾക്കാത്തവൻ എനിക്ക് വേണ്ട എന്ന് അവളിങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവളൊന്ന് ശാന്തയാക്കാൻ വേണ്ടി, ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചാലും ജയിലിൽ കിടന്നോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചതാണ് എന്നാ. അപ്പം എന്തായാലും ശരി, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
അവളുടെ സ്വാധീനം അത്രമാത്രം വലുതാ. അപ്പോൾ ഭർത്താവ് എന്ന നിലക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത എന്തോ ചില പ്രയാസങ്ങൾ അസീസിനുണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടോ മറ്റോ ആണ് അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയാക്കി. അദ്ദേഹം പ്രാർത്ഥിച്ചതും അതിനു വേണ്ടി തന്നെയാണ്. അങ്ങനെ ജയിലിലെത്തി യൂസുഫ് നബി അലൈഹി സ്വലാം. പിന്നെ ജയിലിൽ ജീവിക്കുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ജയിലിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറുക. ജയിലിൽ എല്ലാ ആളുകൾക്കും, അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളായി മാറി. വളരെയധികം സാദിഖ് എന്ന അദ്ദേഹത്തെ പ്രയോഗിക്കുന്നത് തന്നെ. കാരണം വളരെ സുഹൃത്തെ എന്ന പ്രയോഗം. അപ്പം നമുക്കറിയാലോ നാട്ടിലെ ജയിലിൻ്റെ അവസ്ഥ. നാട്ടിലെ ജയിലിൽ വന്നാൽ എല്ലാവരും കുറ്റവാളികളായിട്ടാണല്ലോ കാണുന്നത്. അത് പുറത്തുള്ളവർ ഉള്ളിലുള്ളൂ അങ്ങനെ തന്നെ. ഉള്ളിലുള്ള ആളുകൾ ജയിലിൽ കിടക്കുന്ന വേറൊരു തന്നെ ഒരിക്കലും സ്നേഹത്തോടു കൂടി അല്ലല്ലോ. ഞാൻ പോയിട്ടില്ല കേട്ടോ, പക്ഷേ പറഞ്ഞു കേട്ടത് അങ്ങനെയാണ്. പറഞ്ഞു കേട്ട അങ്ങനെ പരസ്പരം അടിയുണ്ടാക്കാനും ഇടിയുണ്ടാക്കാനും പരസ്പരം കൊല്ലാനും ഒക്കെ ഉള്ള കാരണം ഈ ഒരു ക്രൂരമായ അവസ്ഥ. എന്തിൻ്റെ പേരിലാണ് നീ ജയിലിൽ വന്നത്? അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു 16 വയസ്സുള്ള കുട്ടീനെ വ്യഭിചരിച്ചിട്ടാണ്. അപ്പം ഇവന് വ്യഭിചരിക്കുക, 16 വയസ്സുള്ള ആളെ വ്യഭിചരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ ചിലപ്പോൾ 40 വയസ്സുള്ളവനെ ആയിരിക്കും വ്യഭിചരിച്ചിട്ടുണ്ടാകുക. പക്ഷെ അതൊക്കെ പ്രശ്നമല്ല, മറ്റോൻ അങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന അഭിപ്രായത്തിൽ അടിയും പ്രശ്നം ഉണ്ടാവുന്നു. അപ്പം ഇങ്ങനെയാണ്. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാര്യത്തിൽ ജയിലിലെ അന്തേവാസികൾക്കൊക്കെ നല്ല അഭിപ്രായമാണ്. അപ്പം ആ അഭിപ്രായമുള്ള സമയത്താണ് ഇവർ രണ്ടാളുകൾ അവിടേക്ക് ജയിലിലേക്ക് 2 സുഹൃത്തുക്കൾ വരുന്നു, അല്ലെങ്കിൽ 2 ആളുകളെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. ആ 2 ആൾക്കാർ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട്ടൊക്കെ പരിചയപ്പെട്ട ആ ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അവരൊരു സ്വപ്നം കാണും. ഒരാൾ കണ്ടു മുന്തിരി പിഴിഞ്ഞു കൊടുക്കുന്നതായിട്ട് അയാൾ സ്വപ്നം കാണുന്നു. മുന്തിരിൻ്റെ ഈ എന്താ മദ്യം പോലെ വീഞ്ഞ് അതിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടു. ഒരാൾ സ്വപ്നം കണ്ടത് തലയിൽ അപ്പം ചുമക്കുന്നു, ആ അപ്പത്തിൽ നിന്ന് പറവകൾ കൊത്തിക്കൊണ്ടുപോകുന്നു എന്നാണ്. 2 സ്വപ്നം. 2 ആളുടെയും സ്വപ്നം ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പറയാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സംഗതി ജയിലാണ്. ജയിലിൽ ഇവരൊരു ആവശ്യം ഒന്ന് പറഞ്ഞു. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം സാധാരണഗതിയിൽ ആ ആവശ്യം കൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. മറിച്ച് അവരോട് പറയേണ്ടത്, ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു തരുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞുതരും. പക്ഷേ അതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതാണ്. അപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ദയവത്തെടുത്താൽ യൂസുഫ് നബി അലൈഹി സ്വലാം ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്കിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നു, എന്തൊരാവശ്യത്തിന് വന്നാലും ശരി, ഞാൻ ഇരിക്കി ഒരു ചായക്കഥ ഒന്ന് കുടിച്ചോളി, എന്നിട്ട് പറയട്ടെ നമുക്കൊരു വിഷയം പറയാനുണ്ട് എന്ന് പറഞ്ഞൊരു ദീനിൻ്റെ വിഷയത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പാരമ്പര്യത്തെപ്പറ്റി വിശദീകരിച്ചു, പ്രവാചകത്വത്തെപ്പറ്റിയൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് ഈ ആളുകളോട് ചോദിക്കാൻ 2 ആൾക്കാരോട്, യാ സാഹിബി സിജിൻ, യാ സാഹിബി സിജിൻ, ജയിൽവാസികളെ, ജയിലിലെ 2 കൂട്ടുകാരെ, അർബാബും മുതഫർരിഖൂന ഖൈറുൻ, അർബാബും മുതഫർരിഖൂന ഖൈർ, അല്ല ഒരുപാട് അർബാബ്, ഒരുപാട് റബ്ബുകൾ ഉണ്ടാകുന്നതാണോ ഖൈർ, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, സർവാധികാരിയായ ഒരു അല്ലാഹ് ഉണ്ടാകുന്നതാണോ ശരി, നല്ലതേതാണ്? അതോ ഒരു ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുക. കുറേ അധികാരികൾ ഉണ്ടാവുക, കുറേ രാജാക്കന്മാരുണ്ടാവുക, കുറേ അധികാരസ്ഥന്മാരുണ്ടാവുക, എല്ലാവരുടെയും ഓർഡർ പാലിക്കാൻ ഇയാൾ നിർബന്ധിതനാവുക, അതാണോ ഏറ്റവും മനസമാധാനം? അതല്ല ഒരാളുടേത് പാലിക്കുന്നതാണോ എന്നാ? അത് 4-5 മാനേജർമാരുള്ള കമ്പനിയിൽ വർക്ക് ചെയ്തവർക്ക് നന്നായിട്ട് അറിയാം അല്ലേ? 4-5 ഉദ്യോഗസ്ഥന്മാർ, ഒരേ അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള കമ്പനിയിൽ പണിയെടുത്താൽ അറിയാം. അപ്പോൾ 5 സഹോദരന്മാർ ഒന്നിച്ചേർത്തുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഒരാൾ വന്ന് പറയുന്നു, ആര് നിങ്ങളോട് ഇവിടുന്ന് പൈസ കൊണ്ടുപോവുകയാണെങ്കിലും എഴുതി വെക്കണം, കാരണം ചോദിച്ചിട്ട് എഴുതി വെക്കണം എന്ന് ഒരാൾ വന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥൻ, ശരി, ആവശ്യമാണോ? ഫിനാൻസ് ഓഫീസറാണ്, ഇവർ 5 ആളും കൂടി നിയമിച്ചാണ്, ശമ്പളം വാങ്ങാനാണ്, ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റാൾ വന്നിട്ട് എനിക്കൊരു 1000 ഉറുപ്പ്യ വേണം എന്ന് പറഞ്ഞു. എന്തിനാ സാറേ ഇത് വാങ്ങണത്? അപ്പോൾ അയാൾ ചോദ്യം, ആരാ എന്നോട് കാരണം ചോദിക്കാൻ ആരാ? അപ്പം മറ്റോനിങ്ങനെ പറഞ്ഞിട്ട് നീയാക്കിയിട്ട് പറയാനും പറ്റില്ല, കാരണം എന്താ, ഇവർ തമ്മിൽ പ്രശ്നമാകുമല്ലോ. അപ്പം ഇങ്ങനെ ഇത്തരം ഇഷ്യൂ, ഒരാളുടെ നിയമം ഒരാൾ പറയും, ആ നിയമം ലംഘിക്കാൻ മറ്റോൻ ആവശ്യപ്പെടും, നിരന്തരം പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെ ഒരുപാട് റബ്ബുകൾ ഉണ്ടാവുക, അത് തീരെ സമാധാനമില്ലാത്ത സംഗതിയാണ്. അപ്പം ബഹുദൈവ വിശ്വാസികളുടെ സമാധാനക്കേടിനെ പറ്റി അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. ബഹുദൈവ വിശ്വാസികൾക്ക് എത്ര ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം? ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്തിയ സമാധാനം ഉണ്ടാവില്ല, കാരണം വേറെ ദൈവം കോപിക്കാനുണ്ടാവും. സമുദ്രത്തിലെ ദൈവത്തിന് കോപം അടക്കാൻ ശ്രമിച്ചാൽ കരയിലെ ദൈവം കോപിക്കും. ചന്ദ്രൻ്റെ കോപം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ സൂര്യൻ കോപിക്കും. പാമ്പിൻ്റെ കോപം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ വേറെ മൃഗങ്ങൾ കോപിക്കും. കണ്ടതെല്ലാം
ദൈവങ്ങളാകുമ്പം എല്ലാറ്റിനെയും തൃപ്തിപ്പെടുത്താൻ ഈ ഒരു അടിമ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് മനസ്സമാധാനത്തിന് നല്ലതല്ല എന്നാ. അപ്പം അതാ ചോദ്യമായിട്ട് ചോദിക്കുക, ഏതാ നല്ലത്? മാ തഅബുദൂന മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഓരോ വസ്തുക്കളെയും ദൈവം എന്ന് പേരിട്ട് വിളിക്കുന്നു എന്നല്ലാതെ ഇതൊന്നും ദൈവങ്ങളല്ല. നിങ്ങളൊന്നിനെ കാണുമ്പോൾ ഇത് ദൈവമാണ്, മറ്റൊരു ദൈവമാണ്, അപ്പുറത്തുള്ള ദൈവമാണ്. നിങ്ങളൊരു രൂപം ഉണ്ടാക്കുക, ഇത് ദൈവമെന്ന് പറയാം. വേറൊരു രൂപം ഉണ്ടാക്കി വേറൊരു തനി ദൈവമെന്ന് പറയാം. ഇതൊക്കെ ഇല്ല സമ്മൈതുമൂഹ, നിങ്ങൾ വിളിക്കുന്ന കുറേ പേരുകളല്ലാതെ ഇതിനെന്താ തെളിവ്? ദൈവമാണെന്നുള്ളതിന് തെളിവെന്താ? മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ഒരു തെളിവും അള്ളക്കാര്യത്തിൽ ഇറക്കിയിട്ടില്ല കേട്ടോ. ഇത് ദൈവമാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല, കാണൊക്കെ നിങ്ങൾക്ക് ദൈവമാണ് എന്ന് ചോദിക്കുക യൂസുഫ് നബി അലൈഹി സ്വലാം. ഇനിൽ ഹുക്കുമ ഇല്ലാ ലില്ലാഹ്, വിധിയർക്കർത്തൃത്വം അള്ളാഹുവിനല്ലാതെ ഇല്ല. അള്ളാഹ് വിധിക്കുന്നതാണ് യഥാർത്ഥ വിധി. അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് ദാലിക ദീനുൽ ഖയ്യിം, അതുകൊണ്ട് അള്ളാഹുവിനെ അല്ലാതെ അല്ലാ തഅബുദൂ, നിങ്ങൾ ആരാധിക്കരുത്, ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും അതറിയില്ല എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം ആ ജയിലിലെ അന്തേവാസികളോട് പറഞ്ഞു കൊടുക്കുക. ഏതാ സമയം? അവർ ഈ കാര്യം ചോദിച്ചപ്പം അല്ലേ, അവർ സന്ദർഭം ഉണ്ടാക്കിയപ്പം പെട്ടെന്ന് തന്നെ തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഒരു പരിഷ്കർത്താവിനെ പോലെ, ഒരു പ്രബോധകനെ പോലെ, ഒരു ആത്മാർത്ഥമായി അള്ളാഹിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങളാണ് ജയിലിലാണ് കിടക്കുന്നത്. സുഖമായിട്ട് പാപ്പാൻ്റെ അടുത്ത് കിടന്ന മോനാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വരിക. കിണറിൽ കുറച്ചു കാലം ജീവിക്കേണ്ടി വന്നു, കുറേ സമയം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് കൊട്ടാരത്തിൽ കിടന്നു, അവിടുത്തെ പീഡനങ്ങളും പ്രയാസങ്ങളും. അത് കഴിഞ്ഞ് ഇതപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹിനെക്കുറിച്ചുള്ള ആ ഒരു നല്ല ചിന്തയും പ്രതീക്ഷയും വെച്ച് പുലർത്തുക. അപ്പം അതുകൊണ്ടാണ് അള്ളാഹിനെ പറ്റി വിശദീകരിക്കാനുള്ള കാരണം. അപ്പം അങ്ങനെ അവിടെ വെച്ച് വിശദീകരിക്കുന്നു. അപ്പോൾ ഈ രണ്ടാൾക്കുള്ള സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുക. എന്താ ഒരാൾക്കുള്ള വ്യാഖ്യാനം? ഈ വീഞ്ഞ് പിഴിഞ്ഞെടുത്തവൻ രാജാവിന് വീഞ്ഞ് കൊടുക്കുന്നവനാ. അപ്പോൾ അവനോ പറഞ്ഞു, നീ ഇനിയും ജയിലിൽ നിന്ന് മോചിതനായിട്ട് നിനക്ക് ആ പണി വീണ്ടും കിട്ടും എന്നാ അതിൻ്റെ അർത്ഥം. മറ്റേ തലയിൽ പിന്നെ അപ്പം ഉണ്ട്, അത് പറവകൾ കൊത്തിത്തുന്നു എന്ന് പറഞ്ഞത് നിന്നെ അടുത്ത് തന്നെ ഇതിൻ്റെ പേരിൽ ശിക്ഷിച്ച് കൊന്നുപോകും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ രണ്ട് വിശദീകരണം കൊടുത്തിട്ട് ജയിലിൽ നിന്ന് പുറത്തു പോകണമെന്നോട് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുക, നീ ഇങ്ങനെ പുറത്തു പോയാൽ നീ പോണത് രാജാവിൻ്റെ അടുത്തേക്കാണല്ലോ, രാജാവിന് വീഞ്ഞു കൊടുക്കുന്ന പണിയുള്ള എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് എനിക്ക് കിട്ടും, അവിടെ നീ എന്നെപ്പറ്റി ഒന്ന് പറയണം, എൻ്റെ നിഷ്കളങ്കാവസ്ഥയും എൻ്റെ നിരപരാധിത്വവും നീ ഒന്ന് രാജാവിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി, പക്ഷെ അദ്ദേഹത്തിന് മറന്നുപോയി. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം സാധിച്ചപ്പോൾ പിന്നെ ജയിലിൽ കിടക്കുന്ന യൂസുഫിനെ പറ്റിയൊന്നുള്ള ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടായില്ല. കുറേ കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് രാജാവ് സ്വപ്നം കാണുന്നത്. എന്താ രാജാവ് സ്വപ്നം കാണുന്നത്? 7 തടിച്ച് കൊഴുത്ത 7 പശുക്കളെ മെലിഞ്ഞ് ഉണങ്ങിയ വളരെ പിന്നെ ദുർബലരായിട്ടുള്ള 7 പശുക്കൾ വന്ന് തിന്നുന്നു എന്നതാണ്. 7 പച്ച നെൽക്കതിരുകൾ, 7 പച്ചക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും. ഇതിങ്ങനെ രാജാവ് കണ്ടു. അപ്പോൾ രാജാവാണല്ലോ സ്വപ്നം കണ്ടു, സാധാരണക്കാരൻ കാണുന്ന മാതിരില്ല. രാജാവിന് വലിയ ആശങ്ക, ഇതെന്താ പ്രശ്നം? അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു, എനിക്ക് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരണം. ആർക്കും അറിയില്ല. അവർ പറഞ്ഞു, ഇത് കുറേ സ്വപ്നങ്ങൾ ഒന്നിച്ചാണ്, അപ്പോൾ ഇതിങ്ങനെ ഒന്നും നോക്കാനേ നമുക്ക് പറയുന്നു, ഇതിങ്ങനെ കുറേ എണ്ണാകുമ്പോൾ ഒരു മിക്സഡാണ്, അതുകൊണ്ട് ഇത് പറയാനുള്ള വിവരം ഞങ്ങൾക്ക് ആർക്കില്ല എന്ന് പറയുമ്പോഴാണ് ഈ വീഞ്ഞു കൊടുക്കുന്ന ആൾക്കൊരു ഓർമ്മ, അല്ല പണ്ട് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ മുപ്പര് ജയിലിൽ തന്നെ ആയിരിക്കുമല്ലോ, ഒന്ന് പോയി അവിടെ പോയി അന്വേഷിച്ച് നോക്കിയാലോ. അപ്പോൾ രാജാവിനെ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് പോയി നോക്കാം. രാജാവ് പറഞ്ഞു, ഉടനെ പോയിട്ട് അന്വേഷിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് പോയിട്ട് നേരെ ചെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് പോയിട്ട് പറയാ, ജയിലിലെ കൂട്ടുകാരാ സ്വാദിഖ്, കൂട്ടുകാരാ, ഇങ്ങനെ രാജാവ് ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു, ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പം സാധാരണഗതി നമുക്ക് എന്താ തോന്നുക? നമ്മളെന്താ സാധാരണഗതി നമ്മളെ മനുഷ്യന്മാരെന്നുള്ളവർക്ക് എന്താ തോന്നുക? ഇങ്ങനെ ഇത്രകാലം എന്നെ മറന്നിട്ട് ഒരാവശ്യം വന്നപ്പം വന്നതാ, ഇപ്പം പറയാൻ സൗകര്യമില്ല എന്നായിരിക്കുമല്ലോ മറുപടി പറയാം. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു പരാതിയുമില്ല. യൂസുഫ് നബി അലൈഹി സ്വലാം ആ വിശദീകരണം പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ 7 തടിച്ച പശുക്കൾ എന്ന് പറഞ്ഞാൽ നിലം ഉഴുത് മറിച്ച് കൃഷി ചെയ്യാവുന്ന 7 കൊല്ലം എന്ന അർത്ഥം. 7 ഉണങ്ങിയ ഈ ദുർബലരായ ശുഷ്കിച്ച പശുക്കൾ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരാൻ പോകുന്ന 7 കൊല്ലത്തെ ക്ഷാമത്തെക്കുറിച്ചാണ് പറഞ്ഞത്.
അതുപോലെ അപ്പോൾ അടുത്ത വരുന്ന 7 കൊല്ലം നല്ല വിളവുള്ള കാലമാണ്. ആ വിളവിൽ എടുക്കുന്ന വിഭവങ്ങളൊക്കെയും അതെല്ലാം നിങ്ങൾ ആവശ്യത്തിന് വിത്തിനൊക്കെ എടുക്കേണ്ടിയൊക്കെ എടുത്ത് അത്യാവശ്യം ചുരുക്കി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. എന്നാൽ പിന്നെ വരുന്ന 7 കൊല്ലം ക്ഷാമത്തിൻ്റെ കാലമായിരിക്കും, അന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് വിശദീകരിക്കാണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാം. അപ്പോൾ ഇത് രാജാവിന് ഈ വിവരം കിട്ടിയപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. കാരണം എൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ കിട്ടേണ്ട ഏറ്റവും വലിയ വിവരം അവിടെ കിട്ടിയിട്ടുള്ളത്. അതിനേക്കാൾ വലിയൊരു വിവരം രാജാവിന് കിട്ടാനില്ലല്ലോ. അപ്പോൾ രാജാവിന് ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പ് തോന്നി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പറ്റി. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അയാളെ ജയിലിൽ നിന്ന് ഉടനെ ഇറക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് രാജാവ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ സംഗതി കേട്ടോ. ഞാൻ വരൂല. എന്താ കാരണം? എനിക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇർജിഉ ഇലാ റബ്ബിക്. യൂസുഫ് നബി അലൈഹി സ്വലാം വന്ന ആളോട് പറയാ, ഇർജിഉ ഇലാ റബ്ബിക്, നീ നിൻ്റെ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയിക്കോ. നിൻ്റെ റബ്ബന രാജാവ്, നീ നിൻ്റെ രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുക. ഫസ്അൽഹുമാ ബാലു നിസ്വ, ആ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. അല്ലത്തി കത്തഅന ഐദിയഹുന്ന, ആ സ്വന്തം വിരലൊക്കെ മുറിച്ച കുറേ സ്ത്രീകളുണ്ടായിരുന്നല്ലോ അവിടെ. വിരൽ മുറിച്ചിട്ട് എന്നെ കണ്ട് ആ അത്ഭുതത്തിൽ വിരൽ മുറിഞ്ഞു പോയ സ്ത്രീകളുണ്ടല്ലോ അവിടെ. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവരുടെ ബാല് ഓരൊക്കെ അവസ്ഥ എന്താണ്? അവരൊക്കെ എപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നൊന്ന് അന്വേഷിച്ച് വരാൻ രാജാവിനോട് പറയും. എന്നിട്ട് മതി ഞാൻ വരല് എന്ന് പറയാം. എൻ്റെ നിരപരാധിത്വം, ഞാൻ ജയിലിൽ കിടക്കുന്നത് കുറ്റവാളിയായിട്ടാണോ അതോ നിരപരാധിയായിട്ടാണോ എന്ന് ബോധ്യപ്പെടണം രാജാവിന്, അല്ലാതെ ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞു. ജയിലിൽ കിടക്കുമ്പോൾ ഒരു ചാൻസ് ഇട്ട് ഇറങ്ങിപ്പോരില്ല എന്ന്. എൻ്റെ കുറ്റം എന്താണെന്ന് തെളിയിക്കപ്പെട്ടിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുള്ളൂ എന്ന് പറയാനുള്ളൊരു ധൈര്യം തൻ്റെ ഇടം കാണിക്കണം എന്നായി പറയുന്ന അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് കേട്ടോ, യൂസുഫ് ജയിലിൽ കിടന്ന അത്രേ ഞാൻ ജയിലിൽ കിടന്നിരുന്നെങ്കിൽ ആ മനുഷ്യൻ വന്നാൽ കൂടെ ഞാൻ പോവുകയായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രയും കാലം യൂസുഫ് ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് എൻ്റെ നിരപരാധിത്വം തെളിയിച്ചേ ഞാൻ ഇറങ്ങുള്ളൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ആ കാര്യം രാജാവിനോട് പറഞ്ഞു. രാജാവ് എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു, അവിടുത്തെ മുഴുവൻ സ്ത്രീകളെയും രാജാവ് വിളിച്ചു വരുത്തി. എല്ലാ പ്രഭുക്കളെയും ഭാര്യമാരെ മുഴുവൻ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഓരോന്ന് പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു, സംഗതി ശരിയാ, യൂസുഫ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തിന് താല്പര്യം തോന്നിയിരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അവർ അധികമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഒരു ആഗ്രഹം തോന്നിയിരുന്നു, അദ്ദേഹത്തിന് പിന്നാലെ കുറേ നടന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ ഒരു വഞ്ചനൊന്നും ഞങ്ങളെ ഭർത്താക്കന്മാരെ ഞങ്ങളാരും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് കൂടുതൽ മതിപ്പായി. രാജാവ് വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കാം. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വരുത്തിയിട്ട് അന്വേഷിച്ചു, അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ കൂടുതൽ മതിപ്പായപ്പം രാജാവ് അദ്ദേഹത്തോട് പറയാം, വക്കാലൽ മലിക്കു, രാജാവ് പറഞ്ഞു, തൂനി ബിഹി അസ്തഖ്ലിസുഹു ലിനഫ്സി, അദ്ദേഹത്തെ പോയി കൂട്ടിക്കൊണ്ടുപോവാ, എനിക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന നിലയ്ക്ക് എനിക്ക് അയാൾ ആവശ്യമുണ്ട്. ഇവിടെ ഒരു ജോലി കൊടുക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒരാൾ ഇവിടെ ആവശ്യമാണ്, അങ്ങനത്തെ ഒരാളെ കിട്ടണം. ഫലമ്മ കല്ലമഹു, അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം വന്നു, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോഴോ കാല ഇന്നക്കൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ, അപ്പം രാജാവിന് അദ്ദേഹത്തെക്കുറിച്ച് നല്ല തൃപ്തിയായി. അപ്പം രാജാവ് പറയാ, ഇന്നക്കൽ യൗം, ഈ ദിവസം ലദൈന, നമ്മുടെ അടുത്ത് താങ്കൾക്ക് മക്കീനുൻ അമീൻ, താങ്കൾ ഞങ്ങളുടെ അടുത്തൊരു വിശ്വസ്തനാണ്, ഏറ്റവും നല്ല സ്ഥാനമുള്ളവനുമാകുന്നു. മക്കീൻ, നല്ലൊരു സ്ഥാനത്താണ് ഇപ്പോൾ താങ്കൾ എന്ന് പറയാൻ, നല്ല പദവിയും നല്ല വിശ്വസ്തതയുള്ള ഒരാളാണ് താങ്കൾ എന്ന് പറയാൻ. ഞങ്ങൾക്കുള്ള എല്ലാ താങ്കളെ പറ്റിയുള്ള കുറ്റവും ആരോപണവും ഒക്കെ പോയിരിക്കുന്നു. 100% പരിപൂർണമായും താങ്കൾ നിഷ്കളങ്കനാണ്, കുറ്റവിമുക്തനാണ്, ഒരു തെറ്റും താങ്കൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കിട്ടേണ്ടിയിരുന്ന സമ്മാനം. അതാ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, മക്കീനുൻ അമീൻ, ഉന്നതമായൊരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയായിട്ട് ഇന്നെ നിയമിക്കാൻ പോവുകയാണ് എന്നാ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ രാജാവ് പറഞ്ഞത്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്നെ താങ്കൾ മന്ത്രിയാക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒരു ഫിനാൻസിൻ്റെ വകുപ്പ് എന്നെ ഏൽപ്പിച്ചാക്കിയെന്നാ, എനിക്ക് ഫിനാൻസ് വകുപ്പ് ഏൽപ്പിച്ചോളൂന്നാ. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ആ പറഞ്ഞത് എന്താ പറഞ്ഞത്? കാല ജഅൽനി അലാ ഖസാഇനിൽ അർള്, എന്നെ താങ്കൾ ഭൂമിയുടെ എന്ന് പറഞ്ഞാൽ നാട്ടിൻ്റെ ഖജനാവ് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക, അതിൻ്റെ സൂക്ഷിപ്പുകാരൻ നിങ്ങൾ എന്നെയാക്കുക. ഇന്നി ഹഫീദുൻ അലീം,
ഞാൻ നന്നായി സൂക്ഷിക്കാൻ കഴിയുന്നവനും വിവരമുള്ളവനുമാകുന്നു ഞാൻ. യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്. ഒരു അധികാരം ചോദിച്ചു വാങ്ങാൻ പാടുണ്ടോ? ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഇതൊരു അമുസ്ലിം ഗവൺമെൻറ്റാണ്. അമുസ്ലിമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ആ സമയത്ത് ഈജിപ്തിലുള്ളത്. ആ അമുസ്ലിമായ ഭരണാധികാരിൻ്റെ കൂടെ മന്ത്രിസ്ഥാനം സ്വീകരിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അത് പാടുണ്ട് എന്നുള്ളത് യൂസഫ് നബി അലൈഹി സ്വലാം സമ്മതിച്ചു. കാരണം യൂസഫ് നബി അലൈഹി സ്വലാം അവിടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിക്കോളി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന്. രണ്ടാമത്തെ പ്രശ്നം, അധികാരം ചോദിക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അബൂ മൂസ റളിയല്ലാഹു അൻഹു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള കുടുംബത്തിൽപ്പെട്ട രണ്ടാളും കൂടി വന്നു. എന്നിട്ട് ആ രണ്ടാളിൽ ഒരാൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എല്ലാവർക്കും അധികാരം പല സ്ഥാനങ്ങളൊക്കെ താങ്കൾ കൊടുക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു അധികാരം എന്തെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളും അതേ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ച് വരുന്നവർക്ക് ഞാനിത് കൊടുക്കലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അധികാരം ചോദിക്കുന്നവർക്ക് കൊടുക്കലില്ല എന്നാണല്ലോ പറഞ്ഞത്, അല്ലേ? ഒരുപാട് ഹദീസുകൾ പ്രവാചകൻ കാണാം. നിങ്ങൾ ഇന്നക്കും ലതഹ്രിസൂനൽ ഇമാറത്ത്, നിങ്ങൾ ഈ അധികാരം, അമാനത്ത്, അതൊക്കെ നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. എന്നെ സെക്രട്ടറി ആക്കുമോ, എന്നെ പ്രസിഡൻ്റ് ആക്കുമോ, എന്നെ കൗൺസിലർ ആക്കുമോ എന്നൊക്കെ നിങ്ങളിങ്ങനെ ചോദിക്കും. പക്ഷേ വസതകൂന നദാമത്തൻ യൗമൽ ഖിയാമ, ഖിയാമനാളിൽ വലിയ സങ്കടത്തിന് അത് കാരണമായി മാറുട്ടോന്നാ. ഇവിടുന്ന് ബടായിട്ടിട്ട് നാലാളെ മുമ്പിൽ പേര് എഴുതി ഒപ്പിടാനൊക്കെ ചാൻസ് കിട്ടുന്നത് ശരിയാണ്. പക്ഷേ പടച്ചോൻ്റെ അടുത്ത് എന്നാൽ ഓരോന്നും ചോദിക്കട്ടെ, സെക്രട്ടറി അല്ലേ ഈ ഇവിടെ വാ, ഈ ചെയ്തൊക്കെ ശരിയായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ സെക്രട്ടറി ചെയ്യേണ്ട പണിയെടുക്കാതെ തന്നെ അവിടേക്ക് ചെന്നതെങ്കിൽ കാര്യം പോക്കാണ്. അതുകൊണ്ട് സങ്കടത്തിന് ഇടയുണ്ടാവേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഗതിയെങ്കിലും യൂസഫ് നബി അലൈഹി സ്വലാം ചോദിച്ച ഈ ചോദ്യം ശരിയോ തെറ്റോ? എന്തായാലും ശരിയാണെന്നൊരു സംശയമില്ല, കാരണം പ്രവാചകനാണല്ലോ ചോദിച്ചത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ നാട്ടിലെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് യൂസഫ് നബി അലൈഹി സ്വലാമിന് മനസ്സിലായി. ആ രാജ്യത്ത് ഫിനാൻസ് കൊണ്ടുനടക്കുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ, നമ്മുടെ നാട്ടുകടയിൽ ഇപ്പോൾ ഒരു ആൾ വന്നിട്ട് ഈ നാട്ടിലെ ഫിനാൻസ് വകുപ്പ് എന്നെ ഏൽപ്പിച്ചോളി എന്ന് പറഞ്ഞാൽ അത് തെറ്റേ അല്ല. കാരണം എന്താ, അത്രമാത്രം അഴിമതി നടത്തുന്നവരും കാര്യക്ഷമതയോടുകൂടി നടത്താൻ പറ്റാത്തവരാണ് നമ്മുടെ നാട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഒരാൾ ഇത് നേരെ ആക്കണമെന്ന് വിചാരിച്ചിട്ട് ആവശ്യപ്പെടുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഈ ആയത്ത് പറയുന്നത്. ഇപ്പോൾ ഒരു സെക്രട്ടറി സ്ഥാനം ഒരാൾ ഏറ്റെടുത്തു, അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. എടുത്തെടുത്ത ആൾക്കാർ ആ പണി മര്യാദയ്ക്ക് നടത്തുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ നടക്കുകയാണ്, റിട്ടയർഡായി, പണിയൊന്നുമില്ല, 55 വയസ്സായി, ഇങ്ങോട്ട് വെറുതെ വീട്ടിൽ ഇരിക്കും വേണ്ട. അപ്പോൾ എനിക്കിപ്പോൾ ഏതല്ല പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റേ ചങ്ങായിമാർക്ക് കൊണ്ടുനടക്കാനാവില്ല, ഓൾക്ക് ബുദ്ധിമുട്ടാണ്, ഓൾക്ക് തിരക്കാണ്, നിർബന്ധമായിട്ട് ഓലെ ഏറ്റെടുത്തതാണ്. പക്ഷേ എനിക്ക് കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു, കാരണം അള്ളാൻ്റെ പള്ളിയല്ലേ, ഇതിങ്ങനെ നശിച്ചു പോകുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ഒരാൾ വിചാരിച്ചാൽ അത് ഇസ്ലാം തെറ്റില്ല എന്നായി പറയുന്ന അർത്ഥം. എന്താ ഉദ്ദേശം? നേരെ പോകണം എന്നുള്ള ഉദ്ദേശമാണ്. അല്ലാതെ ഓൻ്റെ അധികാരം, ഓണ്ടോ പ്രസിഡൻ്റായിട്ട് മൂപ്പർക്ക് ആ കസേര ഇരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ആ കസേര കിട്ടിയാൽ ഇനി എന്നുള്ള ചിന്ത കൊണ്ടല്ല, പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അതാ അവിടെ പറഞ്ഞത്, ഇന്നി ഹഫീലുൻ അലീം. ഹഫീൽ, ഞാൻ സൂക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഒരു ഫിനാൻസിൻ്റെ ഉത്തരവാദിത്വം ഒരാളെ ഏൽപ്പിച്ചാൽ അയാളുടെ ഏറ്റവും വലിയ യോഗ്യത എന്താ? സൂക്ഷിക്കാൻ കഴിയണവനാവണം, സൂക്ഷ്മത ഉള്ളവനാവണം. രണ്ടാമത്തതോ അലീം, അതിനുള്ള വിവരം ഉണ്ടാവണം. അത് രണ്ടും എനിക്കുണ്ട്, ആ രണ്ട് യോഗ്യതയുണ്ട്, എനിക്ക് നല്ല ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചോളി എന്ന് യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു. അതിൽ കുഴപ്പമില്ല എന്ന് പറയാനുള്ള കാരണമാണ്, അത്തരം സാഹചര്യങ്ങളിൽ അധികാരം ചോദിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചോദിച്ചിട്ട് ആ അവസ്ഥ കൊണ്ടുനടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്തരം ആൾക്കാരെ ചോദിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഏകദേശം ഒരു പകുതി ഭാഗം അല്ലേ, ഇനിയൊരു ഇത്രയും കൂടി സമയം ആവശ്യമുണ്ടാവും, എന്നാലേ തീരുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളിനെ വായിച്ചു നോക്കുക, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു ചരിത്ര ഒരു കഥ മാത്രമല്ല, യൂസഫ് നബിൻ്റെ കഥ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ആ നിലക്കുള്ളൊരു കഥയല്ല, മറിച്ച് ഒരുപാട് പാഠങ്ങൾ, അനുഭവങ്ങളിലൂടെ ഒരുപാട് രംഗത്ത് യൂസഫ് നബി, ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. മാതാപിതാക്കളോട് പെരുമാറുന്നതിനെ പറ്റി, അതുപോലെ മക്കളെ ബഹുമാനിക്കുന്നതിനെ പറ്റി ഒരുപാട് രംഗങ്ങളിൽ യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഈ ചരിത്രം മുഴുവൻ വായിച്ചാൽ നമുക്ക് പാഠങ്ങളുണ്ട്. കൂടുതൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ദീൻ കൂടുതൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ TP-യുടെ പേരക്കുട്ടി, അദ്ദേഹം അസുഖം ബാധിച്ച് കിടക്കാൻ, അദ്ദേഹത്തിന് വലിയ ഗുരുതരമായ അവസ്ഥ തന്നെയാണ്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അപ്പമാർത്ഥമുള്ള പ്രാർത്ഥനയല്ല, എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരന്മാർ, സഹോദരികൾ ആ വിവിധ ആശുപത്രികളിലും വീട്ടിലുമൊക്കെ
പലതരം രോഗങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ രോഗമൊക്കെയും ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. വളരെ ശക്തമായ രീതിയിൽ തന്നെ നമ്മോടൊപ്പം പ്രവർത്തിക്കാനുള്ള ആഫിയത്ത് അവർക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. അതുപോലെ പരിശുദ്ധ ഹജ്ജിനൊക്കെ പോയി അവിടെ ഉണ്ടായ അപകടങ്ങളും നമുക്കറിയാം. പല സുഹൃത്തുക്കളും മരണപ്പെട്ടവരെക്കാൾ അധികം പ്രയാസം പലരെയും കാണാത്ത അവസ്ഥ ഉണ്ട്. അവർക്കെന്ത് സംഭവിച്ചു എന്ന് പോലും കുടുംബങ്ങൾക്ക് അറിയില്ല. അവർ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം കുടുംബങ്ങൾക്ക് അള്ളാഹു സാന്ത്വനവും സമാധാനവും നൽകുമാറാകട്ടെ. ആ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഅഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതുപോലെ അപകടങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് തിരിച്ച് ആരോഗ്യം വീണ്ടെടുക്കാനും അതുപോലെ നാട്ടിലേക്ക് തിരിച്ചെത്താനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله.